ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. കഴിഞ്ഞ രാത്രിയിലും ആദ്യത്തെ സുവിശേഷ യോഗ ദിവസവും ഒക്കെ വളരെ ശക്തമായിട്ട് ദൈവദാസന്മാർ ദൈവം ഉപയോഗിച്ചെന്ന് ഞാൻ കേട്ടു. അവരെ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി എല്ലാവർക്കും വളരെ പരിചിതമായ ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അറിയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അറിയാവുന്ന കാര്യം പറയുന്നതാണ് നല്ലത്. ചിലരോട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ആ പുള്ളി എല്ലാം പറഞ്ഞു. എന്തുവാ? ഓ, അത് നമുക്കെല്ലാം ഒന്നും അറിയത്തില്ല. അപ്പം അതിലും നല്ലത് അറിയാവുന്ന കാര്യം പറയുന്നതാണ്. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് എല്ലാവർക്കും വളരെ പരിചിതമായ തിരുവെഴുത്താണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവെഴുത്താണ്. രണ്ടുപേരെ ദൈവവചനം വായിപ്പാൻ ഇരുത്തിയത് വളരെ നന്നായിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ ചെല്ലുന്നിടത്തൊന്നും ആരും വാക്യം വായിച്ചു തരത്തുമില്ല. ഭാഷന്മാരിൽ ഇറങ്ങി അങ്ങ് ഓടുക. എന്നാ കാര്യമെന്ന് എനിക്കും അറിയാൻ മേല. ഇതിൽ നിന്ന് വായിക്കാനായി പറയുന്നത് ഇത് ചെയ്താൽ വായിച്ചു തരികയില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേര് അത് സമർപ്പണത്തോടിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. വേറൊരു കാര്യം, ഈ പാട്ടുകാരെ പറ്റിയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്ന് പല കൺവെൻഷൻ ചെന്നപ്പോൾ വലിയ പുള്ളിക്കാർ ഇറക്കുക, വലിയ ഗുണമൊന്നുമില്ല. ഇതുങ്ങൾ വളരെ, ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴും കേട്ടു, ഇവിടെ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, നന്നായിരിക്കുന്നു. വലിയ ഡ്രസ്സിങ് ഒന്നുമില്ല, മാന്യമായിട്ടാണ്, പക്ഷേ യോഗ്യമാണ്. ഇപ്പോൾ ചിലരൊക്കെ ഇറങ്ങി വരുന്ന കണ്ട ഇത് സുവിശേഷ യോഗം തന്നെയാണോ എന്ന് നമുക്കും ചിന്തയാണ്. ആ നിപ്പും പടുതിയും ഭാവവും എന്താ ഗമയും ആ ഇരിപ്പും ഒക്കെ കണ്ടാൽ ഏതാണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ. എന്നാൽ ഈ മാന്യ പ്രിയപ്പെട്ടവർ നന്നായിരിക്കുന്നു. ഏതായാലും തോമസ് സാറിന് തെറ്റുമൊന്നും പറ്റുന്നില്ല. ചിലയിടങ്ങളിൽ ചെന്നാൽ വലിയ വകുപ്പുകളാണ്. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ദൃഷ്ടിപ്പെട്ട പല കാര്യമുണ്ട്. അതെല്ലാം ഞാൻ പറയും, നിങ്ങൾ പറയും, കുഴപ്പമില്ലായിരുന്നു പുള്ളി അതും ഇതുമെല്ലാം പറഞ്ഞാൽ ചായി പോയെന്ന് പറയും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ഒന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുക. എനിക്ക് ഒരപേക്ഷ, കൽപ്പനയൊന്നുമല്ല. സഹോദരിമാരൊന്ന് എഴുന്നേറ്റാട്ടെ, എല്ലാവരും മുന്നോട്ട് വന്നാട്ടെ. കൽപ്പനയല്ല, അപ്പോൾ കാല് പിടിക്കുക, എന്നല്ലെങ്കിലും ഒന്ന് കയറി വാ. എല്ലാവരും സഹോദരിമാരെല്ലാവരും മുന്നോട്ട് വാ. രേണുവൊക്കെ മുന്നോട്ട് വാ. അവിടെ ഒന്ന് കറങ്ങാം. ആ പുറകിരിക്കുന്ന കൊച്ചമ്മമാരെല്ലാം ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാ കൊച്ചമ്മമാരും ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരാം. തീരെ പരുവക്കേടുള്ളത് അവിടെ ഇരുന്നു. ഇരിക്കരുത്. കസാര ഇവിടെ വെറുതെ ഇടരുത്. മോളെ ഇങ്ങോട്ട് മുന്നോട്ട് കയറി. എല്ലാവരും പുറകിൽ നിന്ന് വാ. ഇനി ആരെങ്കിലും വരികയെന്നെ അവർക്ക് പുറകോട്ടിരിക്കാം. ഞാൻ ദൈവദാസന്മാരുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നിങ്ങൾ ഒന്ന് മുന്നോട്ടിരിക്കാമോ? നിങ്ങൾ മുന്നേ ഇരിക്കുന്നത് എനിക്കൊരു ബലമാണ്. സ്തോത്രം. വാ കുടിച്ചാ എല്ലാവരും ഇഞ്ഞു വാ. മോനെ ഇതങ്ങോട്ട് മാറ്റി എല്ലാം ഒന്ന് ഓർഡർ വരുത്തിയേച്ച്. സഹോദരന്മാരും എല്ലാം ഇങ്ങോട്ട് മുന്നോട്ട്. അപ്പോൾ കുട്ടി മുന്നോട്ട് വാ. എന്തോ അവിടെ പുറകിൽ എന്നാ നീതിയുണ്ടോ? എല്ലാവരും മുന്നോട്ട് വന്നാട്ടെ. കാറിന് മറഞ്ഞു നിൽക്കുന്നവർ ആനക്കറിഞ്ഞേച്ച് വാഴയ്ക്ക് മറയരുതെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇഞ്ഞു വാ. ഇന്നൂടെ ഉള്ള യോഗം, നാളെ ഇല്ല. നാളെ ഇതിൽ വന്നാൽ ഇവിടെ കച്ചേരിയൊന്നും കാണുകയില്ല. ആ തോമസ് സാറെ 2 സഹോദരന്മാർ വരിക എന്ന് ഇവിടെ വെറുതെ കിടക്കുന്ന കസാര പുറകോട്ട് കൊണ്ടുപോകാം. അപ്പം പിന്നെ ആൾക്കാർക്ക് പുറകിൽ വരുന്നവർക്ക് ഇരിക്കാം. നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ജോയിക്കുട്ടി പാസ്റ്റേ മുന്നോട്ട് പോകും. എന്നെ പുറകിരിക്കുന്നത് പിണക്കമാണ്. ഇന്നെല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. കാരണം എല്ലാം അനുസരണയുള്ളവരാണ്. ദൈവത്തിൻ്റെ മഹത്വം. വളരെ ഭംഗിയായിരിക്കും. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ രാത്രി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുക. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ
4-ാമത്തെ തിരുവെടുത്താണല്ലോ. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം മതി. അതാ നമ്മുടെ കുറുവാക്യം. തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോകുന്ന ദൈവം. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ഒന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാം. ശബ്ദമുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഞാൻ മറ്റുള്ളവർ ജയിപ്പിക്കും പോലല്ല കേട്ടോ. അതുകൊണ്ട് ഈ മോഡലാണ്ട്. ഇതാ മോഡൽ. ദൈവത്തിന് മഹത്വം. എല്ലാവരോടും ചേർന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരും ഒന്ന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പരമസമ്പന്നനിതരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമാന പരമസമ്പന്നനിതരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമാന നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽവന്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം കുറിച്ചു ചുമന്നവൻ ഗിരിമുകളേറി. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി. വിരിച്ചു കൈകാലുകളെ അതിന്മേ. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി. വിരിച്ചു കൈകാലുകളെ അതിന്മേ. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായി ആയാ ദുസ്മരിക്കുയിൽ വിസ്മയനീയം. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായ ദുസ്മരിക്കുയിൽ വിസ്മയനീയം. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽവന്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽവന്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്താണ്. ഇവിടെ കെട്ടിയിരിക്കുന്ന ബാനറിന്റെ വിശേഷതയും സുവിശേഷ യോഗമെന്ന്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വാചകമൊന്നും എഴുതുകയല്ല. ഫയർ, ഡുനാമീസ്, ഉത്സവം, എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഇതാ നല്ലത്, സുവിശേഷ യോഗം. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷത്തെപ്പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കും. ഇവിടെ ഇരിക്കുന്നത് അറിയാവുന്ന കാര്യമായി പറയാൻ. നിങ്ങളിനി പറയുമ്പോൾ ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എല്ലാവർക്കും അറിയാം. അഥവാ വല്ല തെറ്റ് പറ്റിയാൽ സദയം പൊറുക്കണം. അപ്പൊ ഇന്ന് രാത്രി സുവിശേഷത്തെപ്പറ്റി വളരെ ലളിതമായ ചില കാര്യങ്ങൾ ചിന്തിക്കുക. കഴിഞ്ഞ രാത്രിയിലൊക്കെ അവര് ദൈവദാസന്മാരത് നന്നായിട്ട് ഇവിടെ പറഞ്ഞെന്നുള്ളത് പരമാർത്ഥമാണ്. ഈ സത്യവേദ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇന്ന് രാത്രി അതിൽ നാം വായിച്ചത്. അപ്പോൾ സുവിശേഷത്തെ പറ്റി എല്ലായിടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. കാരണം അതാണല്ലോ പ്രധാനമായി അറിയേണ്ടതും അറിയിക്കേണ്ടതും. സുവിശേഷം ആ വാക്കിന്റെ അർത്ഥം തന്നെ നല്ല വാർത്ത എന്നാ, സത്വർത്തമാനം, ഗുഡ് ന്യൂസ് എന്നൊക്കെ പറയും. ഒരു ഇംഗ്ലീഷ് തെറ്റൊന്നുമില്ലല്ലോ പറയാം. ഗുഡ് ന്യൂസ്, വാർത്ത. അതിന്റെ സ്പെല്ലിങ് തന്നെ ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തുമാണ്. ന്യൂസ്.
അപ്പൊ ഇത് 4 ദിക്കിലും അറിയിക്കേണ്ട കാര്യമാണ് സുവിശേഷം. അപ്പൊ ഇന്ന് രാത്രി ഒരു 4-5 തലക്കെട്ട് പറഞ്ഞേച്ച് എടുത്ത വാക്യത്തിനെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം എന്താണ് സുവിശേഷം. നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെ തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുക എവിടെ പോയി? ഞങ്ങൾ സുവിശേഷ യോഗത്തിന് പോയതാ. എവിടെ? വെള്ളാപ്പള്ളി. ഉടനെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരക്കേടില്ല. ആരാ ഇന്ന് അവിടെ സംസാരിച്ചത്? അത് ഇന്നയാളാ. ആട്ടെ, എന്തോ യോഗമാന്നാ പറഞ്ഞു. ഉടനെ നമ്മൾ പറയും സുവിശേഷ യോഗം. ഉടനെ അവര് എന്തുവാ ഈ സുവിശേഷ യോഗം നമ്മളോട് ചോദിക്കുക. ആരും ചോദിച്ചിട്ടില്ലായിരിക്കും, അഥവാ ചോദിച്ചാൽ എന്തെങ്കിലും ചിലപ്പോൾ ചോദിക്കും. ഇപ്പം ആരോടും ചോദിക്കുകയല്ല, കാരണം യോഗം കഴിയുമ്പോഴേ ആമ്പളയും പെങ്ങളെ കൂടെ കാറേ കയറി പോവുക, കറുത്ത ഗ്ലാസ്സോ. ആരും എന്നാ ചോദിക്കാനാ? ഇവരും ആരോടും ചോദിക്കുന്നില്ല, അവരോടും ആരും ഒന്നും. പിന്നെ ചിലർ താത്തേച്ച് ഇങ്ങനെ ഒന്ന് കാണിച്ചു വെച്ച് പോ, അതിനിടെ എന്നാ ചോദിക്കാനാ? അപ്പൊ ഈ നടന്നു പോകുന്നവരോ അല്ലെങ്കിൽ ഇടപെടുന്നവരോട് ചോദിക്കുക എന്താണ് സുവിശേഷം. അപ്പൊ അത് ചോദിച്ചാൽ മറുപടി പറയണം. നമ്മൾ പറയാ ഇതുവരെ തനിക്കറിയാൻ മേലേ സുവിശേഷം എന്നാന്ന്? അങ്ങനല്ലല്ലോ അതിന്റെ മറുപടി. ഉടനെ അവർ ചോദിക്കുക എന്റെ സുവിശേഷം. ആ സുവിശേഷം എന്നാ? സുവിശേഷം അല്ല എന്നാ? ഇതൊന്നും അല്ല അതിന്റെ മറുപടി. അപ്പൊ നമ്മളോട് ചില കാര്യങ്ങൾ ചിലർ ചോദിക്കുമ്പോൾ തർക്കത്തിനും വാദത്തിനും ഉടക്കിനും ബഹളത്തിനുമല്ല, ന്യായമായിട്ടാണെങ്കിൽ അതിന് ന്യായമായ മറുപടി കൊടുക്കണം. അതിന് വാക്യമുണ്ട്. വായിച്ചേ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. എല്ലാത്തിനും വാക്യമുണ്ട് കേട്ടോ, എല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം വായിച്ചേ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായ ഏതാ വായിക്കുന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന അപ്പോൾ ന്യായമായിട്ടാണെങ്കിൽ ഈ അലോഗ്യം ഉണ്ടാക്കാൻ ചോദിക്കുന്നവരുണ്ട്, തർക്കിക്കാൻ വരുന്നവരുണ്ട്, ഉടക്കുണ്ടാക്കാൻ വരുന്നവരുണ്ട്, പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്. അവരോട് നമ്മളൊന്നും പറയരുത്, മൗനം ദീക്ഷിക്കുന്നതാണ് നല്ലത്. എന്നാൽ അറിയാനുള്ള തൃഷ്ണയോടെ വരുന്നവരുണ്ട്. ആടെ സഹോദരി സഹോദരൻ എന്തുവാ ഈ സുവിശേഷം? അപ്പൊ അത് ചോദിച്ചാൽ മറുപടി പറയണതാ നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച്. ന്യായം ചോദിക്കുന്ന ഏത് വ്യക്തിയോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇത് നമുക്കുള്ള കൽപ്പനയാണ്. അപ്പൊ ന്യായമായ കാര്യം ആരെയും ചോദിച്ചാൽ വളരെ സൗമ്യതയോടെ, ഭക്തിയോടെ, ഭയത്തോടെ ഇതിന് മറുപടി പറയാം. അപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിക്കുക എന്തുവാ ഈ സുവിശേഷം? അപ്പൊ നമ്മളതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാ. അല്ല, സുവിശേഷം എന്തുവാണെന്ന് മറുപടി പറയുന്നതിന് മുമ്പ് മറുപടി പറയുന്നയാളും ഇത് കേൾക്കുന്ന ആൾക്കാരും സുവിശേഷം എന്തല്ലെന്നറിഞ്ഞിരിക്കണം. അപ്പൊ അത് 1-2 കാര്യം ഒന്ന് വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോവുക. സുവിശേഷം എന്തല്ല? ഒന്ന്, സുവിശേഷം മതം മാറ്റമല്ല. ഞാൻ 35 കൊല്ലത്തോളം ഇന്ന് വരെ ആരെയും മതം മാറ്റിയിട്ടില്ല. എന്നെ ആരും മതം മാറ്റിയിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. ഒരു വട്ട് പിടിച്ച തള്ളയാണ് നെടുക പറയാ മതം മാറ്റമാണ്. തള്ളയ്ക്ക് വാട്ട. അയ്യോ, ഇത് മതം മാറ്റമല്ല. അതിനാ ഇത് മതപ്രസംഗമല്ല. എഴുതിയേക്കുന്നത് സുവിശേഷ യോഗമെന്ന. മതപ്രസംഗങ്ങൾ ധാരാളം നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, ഇടങ്ങളുമുണ്ട്, ഇവിടൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എവിടെ ഇല്ലാത്ത. പക്ഷെ ഇത് മതപ്രസംഗമല്ല, ഇത് സുവിശേഷ യോഗമാണ്. മതപ്രസംഗം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ കാര്യങ്ങളാണ്. ഞങ്ങളുടെ മതമാണ് നല്ലത്, നിങ്ങളുടെ മതം ശരിയല്ല, അവരുടെ മതം ശരിയല്ല, പിന്നെ ചിലർ എല്ലാ മതവും നല്ലതാ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതവിടെ പോട്ടെ, ഇത് മതപ്രസംഗമല്ല, ഇത് സുവിശേഷ യോഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സുവിശേഷ യോഗമായതുകൊണ്ടാണ് ഞാൻ വന്നത്. മതപ്രസംഗത്തിനാണ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരത്തില്ല, എന്നെ ആരും അങ്ങനെ വിളിക്കാറുമില്ല. അപ്പോൾ സുവിശേഷം മതപ്രസംഗമല്ല, മതം മാറ്റമല്ല. ഒന്ന്, ഇന്ന മതത്തിൽപ്പെട്ടയാളെ ഇന്ന മതത്തിലോട്ട് ചേർക്കുന്ന നല്ല സുവിശേഷ യോഗം. 2, സംഘടന മാറുന്നതുമല്ല സുവിശേഷ യോഗം.
നമ്മൾ ചിലരോട് ചോദിക്കുകയല്ലേ ഇപ്പൊ എവിടാ? ഇപ്പൊ ഞാൻ ഇവിടെ, ഇന്നാൾ അവിടെ ആയിരുന്നു, ഇപ്പം ഇവിടെ. ഒരു മാസം കഴിഞ്ഞ് നോക്കി ഇപ്പൊ എവിടെ? ഇപ്പൊ അത് വിട്ടു, ഇവിടെ. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ നോക്കി ഇപ്പൊ എവിടെ? ഇപ്പൊ എങ്ങുമില്ല. വസ്ത്രം മാറുന്നത് പോലെ സംഘടന മാറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് സംഘടന മാറുന്ന മാർഗമല്ല സുവിശേഷം. മതം മാറ്റമല്ല, സംഘടനാ മാറ്റമല്ല, സഭ മാറുന്നതുമല്ല. ഒരാഴ്ചയിൽ സഭ മാറുന്ന ആൾക്കാരുണ്ട്. ഈ പറമ്പിൽ ചൊറിയെണ്ണം പിടിച്ച് അപ്പുറത്തെ പറമ്പിൽ വെച്ചുകൊണ്ട് ഇതിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും, പറമ്പ് മാറിയെന്നേ ഉള്ളൂ. അതിനെ മുട്ടിയാൽ അതിപ്പോഴും ഒന്നും പിടി കിട്ടുന്നില്ല ആർക്കും. പറമ്പ് മാറിയെന്നുള്ളൂ. ചില പറമ്പ് കമ്പിവേലി ഇട്ട പറമ്പായിരിക്കും, ചിലത് മതിൽ കെട്ടിയതാ, ചിലത് അതിരുകല്ലേ ഉള്ളൂ, ചിലത് കയറി ഇറങ്ങിപ്പോകാം. അങ്ങനെ ഇപ്പം പറമ്പ് മാറിയെന്നേ ഉള്ളൂ പലതും. എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. അപ്പൊ ഇത് സഭ മാറുന്നതല്ല സുവിശേഷം. 4, സുവിശേഷം ജാതി സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതുമല്ല. ഞങ്ങൾ ഇച്ചിരി കൂടിയ ജാതിയാ, മറ്റവൻ കുറഞ്ഞതാ, അവൻ അത്ര പോരാ, യവന് വലിയ തരക്കേടില്ല, ഞങ്ങളാണിപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടോപ്പ്. നിനക്കെല്ലാം ബടലത്തരം പറയരുത്. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ ഭൂതലത്തിലുള്ള സകല മനുഷ്യരും ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. ഒരു വാക്യം വായിച്ചോ, ഇത് നിങ്ങൾക്ക് അറിയാം. അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവെടുത്ത്. അല്ല, ഇതിനകത്ത് ഇരിക്കുന്ന ഏതേലും അവന്മാര് ഞാൻ വലിയതാ മറ്റവൻ കുറഞ്ഞതാന്നേ നിന്നോടായി പറയാനേ. കൈയൊന്നും പൊക്കണ്ട. ഓട്ടോ ഇരുമ്പ് കാണുമ്പോൾ ചിലതിനെ എനിക്ക് പിടി കിട്ടുന്നുണ്ട്. വായിര് കേക്കട്ടെ, ഇവനെല്ലാം കേക്കട്ടെ. വായിര് 17-26 വായിക്കുമോളെ. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ. അല്ല, ഞാൻ സഭയെ വരുമ്പോഴേ ഞാൻ വലിയ പുള്ളിയാ മറ്റവൻ കുറഞ്ഞതാ, ഞാൻ ഇച്ചിരി കെടി കെട്ടിക്കല, അങ്ങനെയുള്ള ഏതേലും ഒരുത്തൻ ഇതിനകത്ത് ഇരിപ്പോണ്ട നിന്നോടാ. പേരറിയാതെ ഞാൻ പേരൂടെ പറഞ്ഞാണ്. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. ഇവിടെ വേദപുസ്തകത്തിൽ നാം വായിപ്പിക്കുന്നത്. വായിച്ചേ മോളെ. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. മനുഷ്യജാതി മുഴുവൻ ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നവന്മാർക്കും വിശ്വാസമില്ല കേട്ടോ. ഇത് എടുത്തോണ്ട് ഇങ്ങനെ വെടികൊണ്ട പന്നി പോകും പോലെ പോകുന്നല്ലാതെ. പിന്നെ ചോദിക്കുക, ഗിൽറ്റ് ഇട്ട ബൈബിൾ ഉണ്ടോ എന്ന്. എടാ, ഗിൽറ്റ് ഇടാത്തതെന്നല്ലേ വായിപ്പിച്ചേ? സിബുള്ളതുണ്ടോ എന്ന്. കുമ്പനാട്ട് പോകുമ്പോൾ ഒരു മുടുത്ത ബൈബിള്, മുടുത്തതാന്നേലും കൊള്ളാം, ഗിൽറ്റ് ഇട്ടതാന്നേലും കൊള്ളാം, സിബുള്ളതാന്നേലും കൊള്ളാം, ഇല്ലാത്തതാന്നുള്ള ആദ്യം നീ ഇതിനകത്ത് എഴുതിയ വിശ്വസിക്കുക. ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. സകല എണ്ണം ഒറ്റ സന്തതിയാ. ആട്ടെ, നമുക്ക് മടങ്ങി വരാം. സാർ എന്നോട് സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാം. ദൈവത്തിന് മഹത്വം. നാളെ സഭായമൊക്കെ ഉള്ളതല്ലേ, അവിടുത്തെ വരവ് താമസിച്ചാൽ. നിങ്ങളിലുമൊക്കെ ബന്ധപ്പാടും തിരക്കും എനിക്കുമുണ്ട്. അപ്പം അതുകൊണ്ട് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ സുവിശേഷം ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല. ശ്രീനാരായണ ഗുരു അരുളി ചെയ്തത് ജാതി ചോദിക്കരുത്, അത് പറയുകയൊന്നും ചെയ്യരുതെന്നാ. എൻ കുമാരനാശാൻ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ആശയം കൊണ്ട് അമ്മാനമാടിയ ആളാ കുമാരനാശാൻ. തോന്നയ്ക്കൽ എൻ കുമാരനാശാൻ. അദ്ദേഹം എഴുതിയ കവിതയ്ക്കകത്ത് ഒരു വരിയുണ്ട്, ചണ്ടാല ഭിക്ഷയ്ക്കകത്ത്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നാ. നമ്മൾ കണ്ടാവണം ചോദിക്കുന്നേ. എന്തിനാ ഇവനെല്ലാം ഇങ്ങനെ നടക്കുന്നത്? വെള്ളം ചോദിച്ചപ്പോഴേ ഭിക്ഷു തുമതേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറൂ വലിച്ചുടൻ കോമളാങ്കി നീർകോരി നിന്നീടിന. പഠിച്ചതല്ലേ? നന്നായിട്ട് പഠിച്ചിരുന്ന ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയല്ലോ. അപ്പൊ ഇതൊന്നും ദൈവമക്കൾക്ക് പാടില്ലെന്നുള്ളതാ. അപ്പൊ ശ്രദ്ധിക്കുക,
ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി. ഇതെല്ലാം ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. ഇല്ലേ? ന്യായമായ തെളിവ്. എല്ലാത്തിനും 2 കൈയും 2 കണ്ണും 2 ചെവിയാ. 5 ചെവിയുള്ളവൻ ഏതാവനാ? ഒരുത്തൻ്റെയാണിത്. ഒരു മൂക്കിന് 2 തുള, 3 തുള ആർക്കാ മൂക്കിന്? ഇരിപ്പ കണ്ടാൽ 5 തുളയുണ്ടെന്നും പറഞ്ഞായിരിക്കുന്നത് മൂക്കിന്. 2 കണ്ണ്, 2 കൈ, അതെല്ലാം ഇന്ന് വരെ മാറിയിട്ടില്ലല്ലോ. അത് തന്നെ തെളിവാ ഒറ്റ ഒരുത്തൻ്റെതാണ് ഇതല്ല. പിന്നെ വർഷങ്ങളുടെ പഴക്കം കൊണ്ട് കാലാവസ്ഥ, ഭക്ഷണക്രമം, ജീവിതചര്യ, ജോലി, മറ്റേ ഉണ്ടല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പല കളറും രീതിയൊക്കെ വന്നത്. സകല എണ്ണം ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല. മറ്റുള്ളവനെ ഉപദ്രവിക്കാനും കൊലയ്ക്ക് കൊടുക്കാനും അവനെ തകർക്കാനും നശിപ്പിക്കാനും പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷ യോഗം. നീ ഇന്നവന്റെ തലയെടുത്തോണ്ട് വാടാ, ഞാൻ നിന്നെ പ്രസാദിക്കും. ഉടനെ ഇത് കേട്ടുടനെ അവൻ കൊടുവാൾ എടുത്തോണ്ട് ഇറങ്ങിയേക്കുക. 5 എണ്ണത്തിന് ഒരു ദിവസം കണ്ടിച്ച പുള്ളി പ്രസാദിക്കുമെന്ന്. ദൈവം നരബലിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. അപ്പോൾ മറ്റുള്ളവരെ അന്യോന്യം കൊലയ്ക്ക് കൊടുക്കുവാൻ, അവരെ ഉപദ്രവിക്കാൻ പ്രേരണ കൊടുക്കുന്ന നല്ല സുവിശേഷം. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയണം, ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, ജാതിസ്പർദ്ധ വർദ്ധിക്കുന്നതല്ല, അവൻ മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതല്ല, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല. നമ്മളിപ്പോ അങ്ങേയറ്റം പോയാൽ 10 മണി തീർന്നു. അല്ല, നമ്മൾ ഇതിന് സാങ്ഷൻ ചെല്ലുമ്പോഴും ഉടനെ അവരും പറയും 10 അല്ലെ 9:30. എന്നാൽ ചിലര് 11:30ക്കും 12:30ക്കും എല്ലാം വെച്ച് അനത്തുക. ഇല്ലേ? നിങ്ങളെല്ലാം ഇങ്ങനെ പമ്മിയിരിക്കുന്നത്. ഈയിടെ ഞാനൊരു യോഗം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 3-4 കിലോമീറ്റർ പോസ്റ്റേ കെട്ടിവെച്ചിരിക്കുക, ചെറിയ ബോക്സ്. 11:45. ആർക്കും പ്രശ്നവുമില്ല, ഒരു വിഷയവുമില്ല. നമ്മുടെ ആൾക്കാർക്കും ഇത് കേൾക്കണമെന്നില്ലല്ലോ. 8 മണിയാകുമ്പോഴേ സിപ്പിട്ട് കാണിക്കും ബൈബിളിന്റെ നിർത്താൻ. കണ്ണെഴുന്ന മൂക്കെഴുന്ന കണ്ണട എടുത്ത് അടച്ച് ബാഗിനകത്ത് വെക്കും. താൻ നിർത്തണമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ചിലർ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ പോവുക, നീ വരുന്നു വന്നോ. പിന്നെ അങ്ങനെ ആള് ഗുണമാകാൻ. ദൈവത്തിന് മഹത്വം. ഇത് കേൾപ്പിക്കുകയില്ല, കേൾക്കുകയില്ല. അല്ല, നമ്മൾ ചെല്ലുമ്പോൾ ഇതുള്ളേ ഇതേ ഇവിടെ. പിന്നെ അധികാരികൾ സാറിന് സമയമൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് ദിവസം പ്രസംഗിക്കുന്നു. ആ ഭാഷ പ്രസംഗിക്കാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇദ്ദേഹം മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മാർഗം ഒന്നുമല്ല സുവിശേഷം. നമ്മൾ ചിലപ്പോൾ ഒന്ന് യാത്ര ചെയ്ത റോഡിലൊക്കെ അങ്ങ് ബ്ലോക്കാ. പലരും നമ്മളൊരു 2 ബൈബിൾ വെച്ച ഒരു ഡെസ്ക് വിട്ട റോഡിലൊന്ന് വെച്ചേ 4 മണിക്ക് അടിച്ച് ഊരോട്ട് കളയും. നമ്മളങ്ങനെ പോകത്തുമില്ല. നമ്മൾ സഭയെ തന്നെ ബൈബിൾ കൊണ്ടുവരുന്നില്ല. പിന്നെ ഇനിയും അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല, സഭ മാറ്റമല്ല, സംഘടന മാറ്റമല്ല, മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുകയല്ല, കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗമല്ല, ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന മാർഗമല്ല. പിന്നെ എന്താണ് സുവിശേഷം? എല്ലാവരും കേൾക്കണം. എന്താ സുവിശേഷം? വായിച്ചേ, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനപാഠമാ. എന്നാലും ഒന്ന് വായിച്ചോ. ഈ വാക്യം വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇതിനകത്തുള്ള കാര്യമായി പറയാനെന്ന് അറിയാൻ വേണ്ടിയാ വായിപ്പിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാവുന്നു എന്റെ സുവിശേഷം. ഇന്ന് രാത്രി കൂടപ്പെട്ട പ്രിയപ്പെട്ടവരെ, ശബ്ദവേദികൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരെ, എന്താണ് സുവിശേഷം? ഒറ്റ വാക്കി പറയാ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. സുവിശേഷം ഒറ്റ വാക്കി പറഞ്ഞ സുവിശേഷം യേശുക്രിസ്തു. ആട്ടെ, വിശദീകരിച്ച് പോകുന്നില്ല, കൃത്യസമയത്ത് നിർത്തും. ദൈവത്തിന്റെ മഹത്വം. അല്പം കൂടെ ഒന്ന്
പരത്തി പറഞ്ഞാൽ എന്താ സുവിശേഷം? വായിച്ചേ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കും. എല്ലാം അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ച് സഹായിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തു. അപ്പൊ സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ, ഒരല്പം വിശദീകരിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാണ് സുവിശേഷം. ഞാനെപ്പോഴും പറയും, എല്ലാവരുടെയും മരണം പോലല്ല യേശുവിന്റെ മരണം. എല്ലാവരുടെയും മരണം പോലല്ല. നിങ്ങൾക്കറിയാം യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒത്തിരിയുണ്ട്. ഒന്ന്, അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്ന്. നമ്മളെല്ലാം ജീവിക്കാൻ വന്നവരാ. അതില്ലേ ചിലരോട് പറഞ്ഞ സാറേ എന്താ പറയുന്നത്, മീൻ മേടിക്കാൻ ചെല്ലുന്നിടത്തോ, പാത്രക്കടയിലോ, അല്ലെങ്കിൽ പിന്നെ സൂപ്പർ മാർക്കറ്റിലോ, അല്ലെങ്കിൽ റോഡിലിട്ട് വിൽക്കുന്നിടത്തോ, അല്ലെ പച്ചക്കറി മേടിക്കുന്നിടത്തോ, അല്ലെ ഹോട്ടലിലും ഒക്കെ ഒന്ന് ചെന്നേ, നമ്മൾ ഇത്രയും വിലയുണ്ടോ ഉണ്ടോ വയ്ക്കുന്നു. സാറേ എന്തോ പറയാൻ, ജീവിക്കണ്ടേ? ഒരു പദവും കൂടെ ചേർക്കും, ഒരു ചാൺ വയറിന് വേണ്ടി. അപ്പൊ ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നവരാ. എന്നാൽ യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്നത് മരിക്കാൻ വന്നതാ. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രന് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലയായി കൊടുക്കാൻ വന്നതാ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. 2, മരണത്തിന്റെ വിശേഷതയാ പറയുന്നത്. ജനനത്തിൻ്റെയൊക്കെ വേറെ ഉണ്ട്. 2, അവിടുന്ന് കൂടെ പറയുമായിരുന്നു മരിക്കുമെന്ന്. പ്രസംഗയോഗത്തിലൊക്കെ ഗിരിപ്രഭാഷണം, അല്ലെങ്കിൽ പർവ്വത പ്രസംഗം, കടൽക്കരയിലെ പ്രസംഗം, കവർണഭൂമിയിലെ പ്രസംഗം, പിന്നെ ഒലിവുമല പ്രഭാഷണം, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബദാനിയ എന്നുള്ള പ്രസംഗം. ഈ പ്രസംഗത്തിലെല്ലാം കർത്താവ് കൂടെ പറയുന്നൊരു പദമുണ്ട്, മനുഷ്യപുത്രൻ മരിക്കും. നമ്മൾ മരിക്കുമെന്ന് അങ്ങനെ പറയാറുമില്ല. ഇരിപ്പ് കണ്ടാൽ പോകുകയെന്നും പറഞ്ഞ ഉടനെ പോകാനും ആർക്കും വലിയ താല്പര്യമില്ല. 10 വയസ്സുള്ള കൊച്ച വല്യപ്പന് കാപ്പിയായിട്ട് ചെന്നപ്പം വല്യപ്പൻ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്തുവാ മോള്, എന്തുവാ അപ്പച്ച? ഓരോ നോർത്ത്. അപ്പച്ചന് 95, കൊച്ചുമോക്ക് 10 വയസ്സ്. എന്തുവാ അപ്പച്ച? അല്ല, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നിന്റെ വല്യമ്മച്ചിയായിരുന്നു ഇങ്ങനെ രാവിലെ കാപ്പി കൊണ്ടുതരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചു, അവിടെ കാലം കഴിഞ്ഞാൽ എനിക്ക് കാപ്പി ആരാ തരുന്നെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ മരിച്ചു. അപ്പോൾ ആ ഭാരം അങ്ങ് മാറി. നിന്റെ അമ്മയാ എനിക്ക് പിന്നെ കാപ്പി മരുമകള്. അവളും ഇങ്ങനെ രാവിലെ കാപ്പി ഇത് കൊണ്ടുതരുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവിടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ? അങ്ങനെ ഇരിക്കുമ്പോൾ അവളും മരിച്ചു. ഇപ്പം ദൈവം നിന്നെ ഒരിക്കൽ, നിനക്ക് 10, എനിക്ക് 95. പിന്നെ ഇപ്പം എന്നാ അപ്പച്ച? അല്ല, നിന്റെ കാലം കഴിഞ്ഞാൽ ഇനി ആരാ എനിക്ക്? അല്ല, ആ ചിന്താഗതി ആകാണ്ട് പലരും ഇരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, എല്ലാവരും പാടി. ഇപ്പം ഈ പാട്ടെല്ലാം കോൺട്രാക്ട് കൊടുക്കുന്നതുകൊണ്ട് ആർക്കും പാട്ടും അറിയാൻ മേല. മരണ വീട്ടിലാണെങ്കിലും ഏത് ശുശ്രൂഷയ്ക്കാണെങ്കിലും നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അതുകൊണ്ട് പാട്ട് ഒന്നും വലിയ തിട്ടമില്ല. എന്നാലും ഒരു പഴയ പാട്ട് പാടുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഒന്ന് എല്ലാവരും കൂടെ ചേർന്ന് പാടും. മക്കളെ, നിങ്ങൾക്കൂടെ അറിയാതെ നിങ്ങളിവിടെ പാട്. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവ ദൈവ മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. മതി, വലിയ കുഴപ്പമില്ല, അറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. 2, കൂടെ അവിടുന്ന് പറയുമായിരുന്നു മരിക്കും.
ഇങ്ങനെ ആ വാക്യം, അന്ന് മുതൽ താൻ മരിക്കുമെന്ന് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ എഴുതിയേക്കുന്നേ, സംസാരിച്ച് തുടങ്ങി. ഒന്ന് പറഞ്ഞേച്ച് നിർത്തുകയല്ല, എല്ലാ യോഗത്തിലും പറയും മരിക്കും. നമുക്കിങ്ങനെ പറയുന്നത് ഇഷ്ടവുമല്ല. വല്ലവരും പറഞ്ഞാലും നമുക്ക് ഇപ്പോഴും തന്നെ ചിന്തിക്കുക, അതാണെല്ലാവരും കൊന്നേച്ചേ പോകുവോളെന്നായിരിക്കും. ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, പറയുന്നില്ല എന്തുകൊണ്ട്. നല്ലൊരു യോഗം കൂടി അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ വന്നിരിക്കുക, അതാണ് എല്ലാവരും ഇന്നും മിക്കവരെയും എല്ലാവരും മരിക്കുകയല്ലേ? അയ്യോ, മരണം സാർവത്രികമാണ്. ഇപ്പം ഇവിടെ ഈ നാട്ടിൽ കൊണ്ട് മരണം, അമേരിക്കയിലും മരണം നടന്നിട്ടുണ്ട്, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ മരണം നടന്നിട്ടുണ്ട്, അയൽ രാജ്യങ്ങളിലൊക്കെ മരണം നടന്നിട്ടുണ്ട്. മരണം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മരണത്തിനൊരു വിശേഷത, പേടിയില്ല. അയ്യോ, അത് പട്ടിയുള്ള വീടാ, അന്ന് അങ്ങോട്ട് കയറണ്ട ചിന്തിക്കുമോ? പട്ടിയുള്ള വീട്ടിൽ പുള്ളി അങ്ങോട്ട് തീർന്നു, അവിടെ ഉണ്ട്. 10,000 നില പൊക്കിപ്പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ചെറ്റപ്പൂരയതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിന്. പേടിച്ച് പാടാത്തതാണോ? അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കും അറിയാത്തതുകൊണ്ടാണോ പേടിച്ചിട്ടാണോ? എന്നെ ഇങ്ങനെ നോക്കുന്നു. വണ്ണം പരുത്താലും മണ്ണിനീരയാതു കണ്ണിൻ്റെ ഭംഗിയും കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടയ്ക്കകത്തേക്കും. എനിക്ക് ആ പാട്ടിൻ്റെ ഒടുവിലത്തെ ഒരു ലൈനുണ്ട്. ഞാനിങ്ങനെയുള്ള പാട്ടൊക്കെ പാടും കേട്ടോ. അപ്പം ഒടുവിലത്തെ ഒരു ലൈനാ, കാലൻ്റെ കോലമായി മൃത്യു വരുന്നെൻ്റെ. അറിയാം. നേരത്തെ തന്നെ ആ കെട്ടാനുള്ളത് മേടിച്ച് വെക്കുന്നതും നല്ലതാ. ഇല്ലേ, ചുമ്മാ പഴത്തുണി എല്ലാം കീറി കെട്ടും. ഓർമ്മയില്ലാത്തവനാ വന്ന് നിൽക്കുന്നെങ്കിൽ. ഒടുവിലത്തെ ഒരു വരി ഇങ്ങനുണ്ട്, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യ സ്വരമോർക്കിൽ അയ്യോ എനിക്കൊന്നും. ഒടുവിലത്തെ ഒരു വലിവുണ്ട്, അയ്യോ ഇടുപ്പ് രണ്ടും കൂട്ടിപ്പിടിച്ചു. കണ്ടിട്ടുണ്ടോ? കൺവെൻഷൻ മാത്രം കണ്ടാൽ പോരാ, വലിവൂടെ വല്ലപ്പോഴും പോയി കാണണം. എന്ന് പറഞ്ഞാൽ നീയും ഇതുപോലെ ലാസ്റ്റ് ഒരു വലിവല്ലേക്കും. അപ്പം അതിൻ്റെ ഒരു താളമുണ്ട്, താളമെങ്കിലും കണ്ട് പഠിക്കണേ. നമുക്കും പോകാൻ നേരത്ത് താളത്തിൽ ചുമ്മാ കുറുകുറുപ്പോടെ വലിക്കരുത്. അതിനൊരു താളമുണ്ട്, ഒരു ടോണാ അത്. പിന്നെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു സ്വരമാണ്. സാരി ഗാം, ഇതൊരു സ്വരമാണ്. അപ്പം വലിക്കുകയാണെങ്കിൽ നല്ല താളത്തിൽ വേണം വലിക്കാൻ. ഇപ്പം നിങ്ങളുടെ ഇരിപ്പേണ്ട ഭാഷ ഞാനങ്ങനെ നീ നല്ല ശരിക്ക് വലിച്ചേ ഇവിടുന്ന് പോവുള്ളൂ. ഓട്ടോ വരുമ്പം കാണുമ്പോൾ അറിയാം ഇത് ഒരു നടക്ക് പോകുന്ന കേസല്ലെന്ന്. എല്ലാവരും ഈ വഴി പോകണം ഇല്ലേ? നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, ഒന്നുകൂടെ ഇപ്പം നിങ്ങൾ ഇന്ന് ഇയാൾ എല്ലാവരും കൊന്നേച്ചേ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ? എല്ലാവരും മരിക്കും. അപ്പൊ ഈ മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാമതല്ല, എല്ലാവരെയും മരണം പിടികൂടും. ആട്ടെ, എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന് വിശേഷത എന്താ? അവിടുത്തെ മരണത്തിന് വിശേഷത, ഒന്ന്, അവിടുന്ന് മരിക്കാൻ വന്നു. രണ്ട്, കൂടെ അവിടുന്ന് പറയുമായിരുന്നു മരിക്കും. മൂന്ന്, വിശദീകരിക്കുന്നില്ല. മൂന്ന്, എങ്ങനെയാണ് മരിക്കുന്നതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതാ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ, നിങ്ങൾ ബാക്കിയെടുത്ത് വായിപ്പിക്കുന്നില്ല. മനുഷ്യപുത്രനെ തല്ലും, തുപ്പും, ഉപദ്രവിക്കും, അടിക്കും,
നിന്ദിക്കും, പഴിക്കും, സ്തോത്രം, ക്രൂശുമരണം കൈവരിക്കും. അപ്പോൾ ഈ മരണത്തിന്റെ വിശേഷത എങ്ങനെയാണ് മരിക്കുന്നതെന്ന് യേശു പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇന്ന വിധത്തിലേ മരിക്കുവുള്ളെന്ന്? ഇല്ല, ആർക്കും പറയാനൊക്കത്തില്ല. പക്ഷേ ഞാൻ ഇന്ന രീതിയിലായിരിക്കും, ഒന്നെങ്കിൽ അറ്റാക്ക്, അല്ലെ സൈലന്റ്, അല്ലെങ്കിൽ ഇച്ചിരി കൂടിയത്, അല്ലെ വണ്ടി ഇടിച്ച്, അല്ലെ പനി, അല്ലെ ചിക്കൻ കുനിയ, അല്ലെങ്കിൽ കോവിഡ്, അങ്ങനൊന്നും ആർക്കും പറയാനൊക്കത്തില്ല. എന്തായാലും മരിക്കും. പക്ഷേ ഇന്ന വിധത്തിലാണ് മരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തു ക്ലിയർ ആക്കി പറഞ്ഞു, മനുഷ്യപുത്രൻ ഇന്ന വിധത്തിലാണ് മരിക്കുന്നത്. അപ്പൊ 1 മരിക്കാൻ വന്നു, 2 കൂടെ മരിക്കുമെന്ന് പറഞ്ഞു, 3 ഇന്ന വിധത്തിലാണ് മരിക്കുന്നെന്ന് യേശു പറഞ്ഞു, 4 എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു. വാക്യങ്ങൾ എടുപ്പിക്കുന്നതിൽ അറിയാമല്ലോ, യെരുശലേമിൽ ചെന്ന്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ വെള്ളാപ്പള്ളി വെച്ചേ മരിക്കുവോളെന്ന്? ഇല്ല. അല്ലെ ഞാൻ എൻ്റെ കട്ടിലേ കിടന്നേ രസത്തിന് ചേരുമ്പടി ചേർത്തൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് എത്ര എണ്ണം എൻ്റെ വീട് കുട്ടനാട്ടിലെ കാവാലത്താ. പ്രഗത്ഭനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പേരൊന്നും പറയുന്നില്ല. കല്ലറ തന്നെ എത്ര എണ്ണം പണിതിട്ടെന്നറിയാവോ? പള്ളിയും പുള്ളി പണിതു, അറിയാമല്ലോ. മരിച്ചത് ഇവിടെ ഒന്നും കിടന്നല്ല, കല്ലറ ധാരാളം പണിതു, പള്ളിയും പണിതു, കോടിക്കണക്കിന് അന്നത്തെ കാലത്തെ സ്വത്തുള്ളവരാ. പക്ഷേ മരിച്ചത് ഈ പറഞ്ഞ സ്ഥലത്തൊന്നുമല്ല. അങ്ങനെ എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല ഞാൻ ഇന്നടുത്ത് കിടന്നേ മരിക്കുവോളൂ. ഇരിപ്പ് കണ്ടിട്ട് മിക്കവാറും മെഡിക്കൽ കോളേജിലാകാനാ സാധ്യത. ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. എന്നാൽ യേശു ക്രിസ്തു ക്ലിയർ ആയി പറഞ്ഞു, മനുഷ്യപുത്രൻ മരിക്കുന്നത് യെരുശലേമിൽ ചെന്നാ. ഇത് യേശു മാത്രമേ പറഞ്ഞുള്ളൂ ഇത്ര ക്ലിയർ ആയിട്ട്. 1 മരിക്കാൻ വന്നു, 2 കൂടെ മരിക്കുമെന്ന് പറഞ്ഞു, 3 എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു, 4 എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു, 5 ഈ മരണത്തിന്റെ ഉത്തരവാദികൾ ആരാന്ന് യേശു പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും എല്ലാം ക്ലിയർ ആക്കി വെച്ചാ മരിച്ചേ. ഇപ്പോഴാണെങ്കിൽ ആശുപത്രി ചെന്നാൽ പേടിയാ, തുണി അകത്തിട്ട് കുത്തിക്കെട്ടുന്ന, കത്രിക ഇടുന്നു, കഴിവിന്റെ പരമാവധി അങ്ങോട്ട് പോകാതിരിക്കുന്നതാ എന്ന് പറഞ്ഞാൽ കത്രിക സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ വയറ്റിനകം. ചോദിച്ചാൽ ആരെയും ഏക്കുവോ? കൊണ്ട് പറയാ കത്രികയ്ക്ക് ഇത്രയും വിലയുണ്ടെന്ന്. നിങ്ങൾ ഈ കേരളത്തിലല്ലേ, നിങ്ങളെല്ലാം ലഡാക്കിൽ നിന്ന് വന്നതാണോ? ഒന്നും അറിയാൻ മേലാത്ത പോലെ പേടിയാ. ഒരു ചെറിയ അസുഖത്തിന് അങ്ങോട്ട് ഉടനെ എന്തെല്ലാം ലിസ്റ്റാണ് തരുന്നത്. അത് ചെയ്യണം, ഇത് ചെയ്യണം. പണ്ടൊരുത്തിന് പറഞ്ഞു സ്കാൻ ചെയ്ത്, അവൻ പറഞ്ഞു ഞാൻ ഡ്രൈവറാ, പുള്ളി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. രോഗിയെ കൊണ്ടുപോയി ചുമ്മാ അവിടെ നിന്ന് അവനോട് പറഞ്ഞു നീ പോയി സ്കാൻ ചെയ്യാൻ. അവൻ പറഞ്ഞു ഞാൻ പുള്ളിയെ കൊണ്ട് വന്നതാ. അവരിങ്ങനെ നോക്കിയിരിക്കുക, കണ്ടില്ലേ? മിനിമിനെ ചെന്ന ഉടനെ വണ്ടിയും തള്ളിക്കൊണ്ട് വരിക, കയറിക്കോളാം. ഞാൻ പറഞ്ഞു ഞാനല്ല, പുള്ളിയാ കയറുന്നത്. എല്ലാം ബിസിനസ്സാ. പിന്നെ നമ്മുടെ ആൾക്കാർക്കും ചിലർക്കും വലിയ സന്തോഷമായി ഇങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നെന്ന് പറയാം. എവിടാ? അവിടെ മെഡിക്കൽ മിഷൻ. അമ്മാമ എങ്ങോട്ടാ? എനിക്ക് ആസ്റ്റർ മെഡിക്കൽ സിറ്റി. അതിൻ്റെ വലിയ ക്രെഡിറ്റ് പോലാ. നീ തൊലയാൻ പോവുക അങ്ങോട്ട്. കേട്ടിട്ടില്ലേ? ഉള്ള കാര്യമായി പറയാന്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്ങാനും മുടക്കാമോ? പുസ്തകത്തിലെ വാക്യം അനുഭവിക്കുന്നത് കൊണ്ട് യേശു നിന്നെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി ഇവിടുത്തെ ശക്തി കൊണ്ട് ആതുര ശുശ്രൂഷയല്ല, ഇപ്പൊ വലിയ ബിസിനസ്സാണ്. ഒരു പരസ്യം, ഫ്രീ ആയിട്ട് ടെസ്റ്റിങ്, എല്ലാം അങ്ങോട്ട് ഓടുക. ഫ്രീ എന്ന് എഴുതിയതായി ഇത്രയും വിഷയമായത്. സൗജന്യ നേത്ര ചികിത്സ എല്ലാം ഓരോ ആഴ്ചയിലും തീവണ്ടി കയറി പോവുക സൗജന്യമായിട്ട്. ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കരുണാനിധി വരും പോലെ. അയ്യോ, സൗജന്യം എന്ന് കേട്ടതാ. സൗജന്യം കാശ് മുടക്കാൻ എന്തെങ്കിലും കിട്ടുക എടുക്കാൻ ചെന്ന് പറഞ്ഞ അങ്ങ് ഓട്ടടാ.
അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. ഏതൊരു ശുശ്രൂഷ മിക്കയിടത്തും ബിസിനസ്സാണ്. സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ ഡോക്ടർ പറയുന്ന സ്ഥലത്തും ചെയ്തേക്കണം, ഉടക്കണ്ട വേറെ ഒരു സ്ഥലത്തൂടെ പോയി ചെയ്തേക്കണം. അല്ല അവർ പറഞ്ഞെടുത്ത് ചെയ്ത് ഓപ്പറേഷൻ എന്നാൽ കീറിക്കോന്നും പറഞ്ഞ് കയറി കിടക്കരുത്. 10 രൂപ കടം മേടിച്ചാന്തേലും വേറൊരു സ്ഥലത്തൂടെ ചെയ്തോണമെന്ന്. എനിക്ക് രസകരമായിട്ട് തോന്നുന്നത് തിരുവല്ലയിൽ എഴുതി വയ്ക്കാം ആരോഗ്യ നഗരി. എത്ര ആശുപത്രിയാണ്? കോട്ടയംകാരൻ അക്ഷരനഗരി എന്ന് എഴുതിയാൽ ഇവിടെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. മെഡിക്കൽ മിഷന്, പുഷ്പഗിരി, ബിലീവേഴ്സ്, പിന്നെ എവിടെയും പോകും. നല്ല ആരോഗ്യമല്ലേ? സ്തോത്രം. അവിടെ നമുക്ക് ആ വിഷയം വിട്ടേക്കാം, നമ്മുടെ വിഷയം അല്ലല്ലോ. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത: 1, മരിക്കാൻ വന്നു. 2, കൂടെ മരിക്കുമെന്ന് പറഞ്ഞു. 3, എവിടെ വെച്ച് മരിക്കുമെന്ന് പറഞ്ഞു. 4, എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു. 5, ഈ മരണത്തിന്റെ ഉത്തരവാദി ആരാന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീക്ഷന്മാരും മഹാപുരോഹിതന്മാരുമാണ്. വിവരിക്കുന്നില്ല. 6 മരിക്കുമെന്ന് പറഞ്ഞെടുത്തല്ല. നിങ്ങൾ വേറെ പുസ്തകം വായിച്ചോ? മരിക്കുമെന്ന് യേശു പറഞ്ഞെടുത്തല്ല നിർത്താതെ ഒരു വാക്യം ചേർത്ത് പറഞ്ഞു: ഉയർക്കും. ഇത് യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ പല ആൾക്കാരും ചിലപ്പോൾ മരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആമേൻ, മരിക്കുമെന്ന് പറഞ്ഞെടുത്തല്ല ചേർത്ത് കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്: മനുഷ്യപുത്രൻ മരിക്കും, മരണം കൊണ്ട് തീർന്നില്ല, അവിടുന്ന് ഉയർക്കും. 7 വിശദീകരിക്കുന്നില്ല. മറ്റേ ഭാഗത്തോട്ട് വരേണ്ടത് കൊണ്ടാണ് വിശദീകരിക്കുന്നില്ല. 7 നിങ്ങൾ വേറെ പുസ്തകം പഠിച്ച് ആ ഉയർക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം വെറുതെ അങ്ങനെ ഉയർക്കുമെന്നൊരു വാചകമല്ല. എപ്പോഴാ ഉയർക്കുന്നെന്നും പറഞ്ഞു. 3-ാം ദിവസം ഉയർക്കും. ഇങ്ങനെ പരസ്യമായി പ്രസ്താവിച്ച ഒരു മതനേതാവുമില്ല, ഒരു രാഷ്ട്രീയക്കാരുമില്ല, ഒരു ഭരണാധികാരിയുമില്ല, ഒരു വ്യക്തിയുമില്ല. ഇത് പരസ്യമായി പ്രസ്താവിച്ച ഒരേ ഒരു വ്യക്തിപ്രഭാവം, അത് നസറയനാകുന്ന യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ യേശുവിനെ സേവിക്കുന്നതാ ഭാഗ്യം, ഈ യേശുവിനെ ആരാധിക്കുന്നതാ ഭാഗ്യം, ഈ യേശുവിനെ അനുഗമിക്കുന്നതാ ഭാഗ്യം, ഈ യേശുവിന്റെ സാക്ഷി എന്ന് പറയുന്നതാ വലിയ ഭാഗ്യം. കർത്താവിന്റെ മരണം എത്ര ശ്രേഷ്ഠമാണ്. ആട്ടെ, നമുക്ക് ആ ഭാഗം വിടാം. അപ്പൊ എന്താണ് സുവിശേഷം? നസറയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. 2ാമത്തെ തലക്കെട്ട്: എന്തിനാ സുവിശേഷം? എന്തിനാ സുവിശേഷം? ഇപ്പൊ ചെലി എന്തൊക്കെയാ? ഷാജിക്ക്, നമ്മുടെ തോമസ് സാറിനെ ഷാജി എന്നല്ലേ പറയാൻ, ഷാജിക്ക് ക്ലച്ച് പിടിക്കാനാ സുവിശേഷവും. എനിക്ക് വളരെ സന്തോഷം തോന്നി. പുള്ളിയാണ് ഇവിടെ അധികം ഇരിക്കുന്നുമില്ല, നിൽക്കുന്നുമില്ല, അങ്ങ് പോവുക. വേറെ ചില വിദ്വാന്മാരൊരു ചെറിയ യോഗമൊക്കെ നടത്തിയ ഉടനെ അവിടെ തന്നെ മെയിൻ ആയിട്ടിരുന്ന് കാലും വെച്ച് തള്ളുവരലുമൊക്കെ വിറപ്പിച്ച്. പുള്ളിക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യവും ഇല്ല. സ്തോത്രം. വേറെ ചിലരാണെങ്കിൽ പിന്നെ അവരുടെ കുടുംബചരിത്രവും കാര്യങ്ങളും പരസ്യങ്ങളും ഒത്തിരി ഉണ്ടല്ല, ഞാൻ പറയുന്നില്ല വെറുതെ. പിന്നെ ചിലരാണ് അങ്ങ് നന്ദിവാചകം ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞ് നന്ദിവാചകം പറഞ്ഞ് അങ്ങ് നിർത്തി. ചിലരത്തെ കൂടി ഞാൻ നന്ദിവാചകം പറയാൻ ഒരാൾ ഇപ്പോൾ സഭയുടെ ഇന്നയാൾ വന്നു, ആ വരവൊക്കെ ഒന്ന് കാണണം വന്നു, പിന്നെ അങ്ങ് അദ്വൈതമാണ്. ഞാൻ ചിലയിടത്ത് എല്ലാം പറയും എനിക്ക് നന്ദി പറയരുത്. അതിനാ അത് പറയാ, ഇതെന്നെ ഏൽപ്പിച്ച കാര്യമാണ്, അതിന് നന്ദി. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ ചൊവ്വനെ ചെയ്യുന്നില്ല, അതാ നമ്മുടെ കുറ്റം. തെളി പറയാം, കർത്താവിൻ്റെ ദാസന് തിരക്കായിരുന്നു, ഡേറ്റ് ഇല്ലായിരുന്നു, പിന്നെ വേറെ തന്നെ പണിയുണ്ടോ? ഇതല്ലേ പണി. കിട്ടുകയില്ലായിരുന്നു, പിന്നെ വേറെ വല്ലയിടത്തും പോകുന്നുണ്ടോ? നമുക്ക് കിട്ടി. എടാ, കർത്താവിൻ്റെ ദാസന്മാരുടെ എല്ലാം തൊഴിൽ ഇതാ. അതിന് നന്ദി ഒന്നും പറയണ്ട. വിളിച്ചവരും വന്നവരും എല്ലാം ദൈവത്തിന് അങ്ങ് നന്ദി പറയണം. അതിനാ ഞാൻ ദൈവത്തിന് നന്ദി പറയും, പിന്നെ വിളിച്ച സാർ ഞങ്ങളാ നന്ദി പറയേണ്ട സാറിന്, ഇല്ലയോ?
കാരണം എൻ്റെ ഈ പോയിന്റ് എല്ലാം ഉണ്ട്, ഇറക്കാൻ ഇടവില്ലെങ്കിലോ. ധാരാളം പോയിന്റ്, ഇവിടെ പോയിന്റ് ഉള്ള പലരും ഉണ്ട് ഇല്ലേ. അപ്പൊ ഞാൻ പറയണം, ദൈവമേ എൻ്റെ പോയിന്റ് ഇറക്കാൻ അവസരം തന്ന നിനക്ക് നന്ദി, ക്ഷണിച്ച സാറിനും നന്ദി. അല്ല സാർ എനിക്കിട്ടല്ല നന്ദി പറയണ്ടേ. ഈ പാട്ടുകാര് മര്യാദക്കാരാ, നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം, സാറിന് നന്ദി പറയണം. അതാ അതിൻ്റെ ക്രമമാണ്. മൈക്ക് സെറ്റുകാരൻ എന്ത് ചെയ്യാം മോനെ, നീ ദൈവത്തിന് നന്ദി പറയണം, സാറിന് നന്ദി, അല്ല സാറ് നിനക്കല്ല നന്ദി പറയണം. കാരണം ഇതെല്ലാം വെച്ചോണ്ട് ഇത് തുരുമ്പടിക്കുന്നതിലും നല്ലത് 3 ദിവസം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വീഡിയോക്കാരും ദൈവത്തിന് നന്ദി പറയണം, സാറിന് നന്ദി. കാരണം ഇതെല്ലാം കൂടെ വെച്ചോണ്ടിരിക്കുക, ആരും വിളിക്കുന്നില്ലല്ലോ. അവർ മാപ്പിളയും നേരിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. അല്ല പ്രസംഗിക്കുന്നവരെ നമ്മുടെ ഇഷ്ടം പോലെ പോയിന്റ് ഉണ്ട്, ഇറക്കാൻ സ്ഥലമില്ലെങ്കിലോ. അപ്പൊ നമ്മളെല്ലാം ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയണം. തന്ന ആരോഗ്യത്തിന് നന്ദി, ആയുഷിന് നന്ദി, അവസരത്തിന് നന്ദി. അവൻ ദൈവത്തിനാണ് നന്ദി പറയണ്ടേ. ഇപ്പൊ ചില ഇടങ്ങളിൽ ചെന്നാൽ കൺവെൻഷനിടയിൽ ഒരു കുറച്ച് സമയം ഇതിനായിട്ട് അങ്ങ് ചിലയിടത്ത് നന്ദി പറയുന്നത് മെനക്കേടുവാ. ഇവിടെ സാറ് വളരെ ലോപിച്ച് നന്നായിരിക്കുന്നു, എല്ലാവരും ഒന്ന് കണ്ടുപഠിക്കും. ചിലത് നന്നായി നിർത്താനും അറിയാൻ മേല. ദൈവത്തിന് മഹത്വം. നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറയണം. അത് ഞാൻ വിവരിക്കുന്നില്ല, കർത്താവിന് മഹത്വം. അപ്പൊ എന്തിനാണ് ഈ സുവിശേഷം? എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? അദ്ദേഹത്തിന് ആള് കളിക്കാനോ മിടുക്കനാകാനോ പുള്ളിയുടെ ഭാര്യയും പിള്ളേരെ ഇവിടെ കയറ്റി നിർത്തി എല്ലാവരും കാണാൻ പ്രദർശിപ്പിക്കാനോ പുള്ളി അവൻ പേരെടുക്കാനൊന്നുമല്ല. പിന്നെ എന്തിനാ സുവിശേഷം? അദ്ദേഹത്തിന് കാശ് കണ്ടമാനം വന്നതുകൊണ്ടുമല്ല സുവിശേഷം. പിന്നെ എന്തിനാ സുവിശേഷം? വായിച്ചേ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. എന്തിനാണ് സുവിശേഷം? തീത്തോസ് 2:11. പെട്ടെന്ന് വായിരേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മതി ശ്രദ്ധിച്ചേ. എന്തിനാണ് സുവിശേഷം? ഒറ്റവാക്കി പറയാ, സകല മനുഷ്യനും രക്ഷ പ്രാപിക്കാൻ. ഇന്ന് രാത്രി ഈ പന്തലിൽ ഇരിക്കുന്നവരും സമീപത്ത് നിന്ന് ശബ്ദവേദികൾ കേൾക്കുന്നവരും ഓൺലൈനിലുള്ളവരും സകലരോടും പറയുക, എന്തിനാണ് സുവിശേഷം? സുവിശേഷം സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അതിനാ സുവിശേഷം. വെള്ളാപ്പള്ളിയിലുള്ളവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, പായിപ്പാട് പഞ്ചായത്തുള്ളവർ രക്ഷപ്പെട്ടാൽ പോരാ, തിരുവല്ല താലൂക്കിലുള്ളവർ രക്ഷപ്പെട്ടാൽ പോരാ, അല്ലെ ചങ്ങനാശ്ശേരി താലൂക്കിലുള്ളവർ രക്ഷപ്പെട്ടാൽ പോരാ. കേരളത്തിലെ ഇന്ന ജില്ലയിൽ കോട്ടയം ജില്ലയോ പത്തനംതിട്ട ജില്ലയിലുള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ളവർ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ളവർ മാത്രമല്ല, ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുന്ന സകല വ്യക്തികളും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. എല്ലാവരും രക്ഷപ്പെടണം. അതാ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന എല്ലാ വാക്യവും പഠിപ്പിക്കുന്നില്ല. അറിയാമല്ലോ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. സഹോദരി സഹോദര, നീയും രക്ഷപ്പെടണം, നിന്റെ കുടുംബത്തിലുള്ളവർ രക്ഷപ്പെടണം, ഈ ദേശത്തുള്ളവർ രക്ഷപ്പെടണം, നമ്മളൊരു അറിവുള്ള സകല മനുഷ്യനും സകല വ്യക്തികളും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. ആട്ടെ, മുമ്പോട്ട് പോകുക. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. 3-ാമത്തെ തലക്കെട്ട്. ആരാണ് സുവിശേഷം കേൾക്കണ്ടേ? ആരാ കേൾക്കണ്ടേ? നമ്മളിത് ചിലപ്പോൾ പറയാൻ പോകുമ്പോൾ തോമസ് കുട്ടി പാസ്റ്റർ ടീമും ഒക്കെ ഇവിടെ വന്ന് പ്രവർത്തിച്ചു. സാറുമൊക്കെ ആണ് നിരന്തരം പേഴ്സണൽ ഇവാഞ്ചലിസം വളരെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർ പരസ്യയോഗത്തിന് പോകുന്നവരും ലഘുലേഖ കൊടുക്കുന്നവരും വീട് കയറി അവസരം കിട്ടുമ്പോൾ കർത്താവിനെ പറ്റി പറയുന്ന ബഹുമാന്യരായ ദൈവഭക്തന്മാർ സഹോദരിമാരും അത്രയും മോശമൊന്നുമല്ല. നിങ്ങളും പോകുന്നവരുണ്ട്. ഞാനിത് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ പോകുന്നുണ്ട്, അയാൾക്കൊന്നും കാണാനും എടുക്കാനും ഒന്നും. നിങ്ങളും പോകുന്നവരാ. അങ്ങനെയൊക്കെ സുവിശേഷം അറിയിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. ഉള്ളതാണ്. കടുക് താളിക്കാനെങ്കിലും 2 എണ്ണം ഉണ്ടല്ലോ. എല്ലാം ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഇങ്ങനെയൊക്കെ സുവിശേഷം അറിയിക്കുന്നവരുണ്ട്, അഭിനന്ദിക്കുന്നു. ഇനിയും വേലയിൽ വർദ്ധിച്ചോണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം ആരാ കേൾക്കേണ്ടത്? നമ്മളിത് അറിയിക്കാൻ ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറയാം, എന്തുവാ സുവിശേഷം? എവിടുന്നാ? ഇന്നടുത്തേന്നാ? അങ്ങോട്ട് കയറി. നിങ്ങളുടെ ആൾക്കാരല്ല? എവിടെ?
ഇതിലെ അങ്ങോട്ട് ചെന്ന് വെച്ചാൽ വളവ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ ആ ഏരിയ എല്ലാം നിങ്ങളുടെ ആൾക്കാരപ്പോൾ ഉടനെ നമ്മൾ ആരോഗ്യം വേണ്ടെന്ന് ഓർത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആൾക്കാർ എന്നാ പതിവില്ലാതെ നമ്മൾ പറയും സുവിശേഷം കൊള്ളാം ഇങ്ങോട്ടെന്തിന് അല്ല കൊള്ളാം ആണോ കൊല്ലക്കുടിയിലാണോ സൂചി? ഞങ്ങൾ കുക്കു സാഹിബിൻ്റെ കാലത്ത് ഇതിനകത്ത് വന്നതാണ്. ഈ വെള്ളാപ്പള്ളിയിലെ ആദ്യത്തെ ഞങ്ങളുടെ അമ്മച്ചിയാ. ഞങ്ങളുടെ അടുക്കല താൻ രാവിലെ 8:30 കോഴ്സുമായിട്ട് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ. ഒരു കാര്യം ചെയ്യ, മേരിക്കുട്ടിയെ ഇച്ചിരി കാപ്പി കൊടുക്ക്, എന്നിട്ടാണ്ട് അങ്ങോട്ട് ചെല്ല. അവിടെ ഇതൊന്നും അറിയാത്ത ആൾക്കാരാ, അവിടുന്ന് അങ്ങോട്ട് നമ്മളെ വിട്ടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതവിടെ നിൽക്കേ, ആരായി സുവിശേഷം കേൾക്കണ്ടേ? 2 വാക്യം വായിച്ചേ. ഒത്തിരി ഉണ്ട് വാക്യം, ഇപ്പൊ 2 മതി. ഗുണമാകാനെന്ന് 2 മതിയല്ലോ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും 2 വാക്യം. എന്നാ ഇന്ന് താമസം വായിക്കാൻ? പാനിന്റെ കാറ്റ് കൊണ്ടായിരിക്കും അല്ലയോ? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുകയും മതി. സകല സൃഷ്ടികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. എല്ലാവരും ഈ പൂജരകേചര വസ്തുക്കൾ മുഴുവൻ, ഈ സകല സൃഷ്ടികളും സുവിശേഷം കേൾക്കണം. അതുകൊണ്ടാണ് ചില ദൈവദാസന്മാർ ചിലരൊക്കെ ആരുമില്ലാലും നിന്ന്, എൻ്റെ ഭാഷ നിന്നങ്ങ് കീച്ചുക. നമ്മൾ നോക്കുമ്പോൾ ആരും കാണുന്നില്ല, നീത്ത് പെരുക്കുക. അതിൻ്റെ ഒരു മർമ്മം ഇതാ, സകല സൃഷ്ടികളോടും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. 13-ന്റെ 10 വായിച്ചേ. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോട് പ്രസംഗിക്കേണ്ടതാകും. സകല ജാതികളോടും ഇത് പറയണം. അവർ മൊത്തം വായിക്കണ്ട മോളെ. മൊത്തം വായിച്ച പ്രസംഗം വേറെ റൂട്ടിൽ പോകും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം ആര് കേൾക്കണം? സകല സൃഷ്ടികളും കേൾക്കണം, സകല ജാതികളും, എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതാ. അപ്പൊ എല്ലാവരും കേൾക്കാൻ കൊള്ളാത്തതുണ്ടോ? പിന്നെ എന്തെല്ലാം കാര്യം. ഒന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, കൊച്ചു പിള്ളേർ നമ്മുടെ അടുത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ ചെല്ലി ചോദിക്കുന്നത്, എന്തുവാടാ മൂത്തവർ വർത്തമാനം പറയുന്നതിൻ്റെ കീഴെ എന്നെ കേൾക്കാൻ? അപ്പൊ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ മേലാത്തതാ മൂത്തവരിരുന്ന്. അവൻ വട്ട് കളിക്കാന്നല്ലോ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നാളെ തന്നെ അതിന് മറുപടിയും പറഞ്ഞു. അപ്പൊ കൊച്ചു പിള്ളേർക്ക് കേൾക്കാൻ പറ്റാത്തതാ വലിയവരിരുന്ന് കത്തിക്കുന്നതിനിടെ ഓർത്ത് കൊച്ചൻ്റെ എന്നെ പോടാ. ഇപ്പൊ നേരെ തിരിച്ച് പിള്ളേർ നമ്മളോട് ചോദിക്കുക, ഞങ്ങൾ വർത്താനം പറഞ്ഞ അമ്മച്ചി എന്നാ കേൾക്കാൻ മേലെ പോ. അപ്പൊ അമ്മച്ചിക്ക് കേൾക്കാൻ മേലാത്തതായി ഇവന് ഇവിടെ ഇരുന്ന്. ഭാര്യയ്ക്ക് കേൾക്കാൻ മേലാത്തതാ ഭർത്താവ് അല്ലേ പറഞ്ഞ അവള് വരുന്നുണ്ട് നിർത്തിയാര്. അപ്പൊ അവക്ക് കേൾക്കാൻ മേലെന്നിത് പിന്നെ വിളിക്കും. ഭർത്താവ് ഉടനെ റോഡിൽ കൂടെ, ഞാൻ നാളെ എടുത്തോണ്ട് ഇടാ നിന്നെ പാമ്പ് കൊത്തുമെന്ന് പറഞ്ഞു. ഈ 11:30 അവനിങ്ങനെ നടക്കുക. പെരക്കാത്തിരുന്ന് പറയാൻ മേലെ, പെരക്കാത്തിരുന്ന് അവൻ റോഡിൽ കൂടെ നടക്കുന്ന ഇരുട്ടത്ത്. ഞാൻ പറഞ്ഞു നിന്നെ പാമ്പ് കൊത്തും കേട്ടോ. ഇപ്പോഴാന്ന് കണ്ടമാനം പാമ്പിന്റെ ശല്യവുമാ. ഇല്ലേ? വായിക്കുന്നില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പലരും പറയുന്നത് എല്ലാവർക്കും ഒന്നും കേൾക്കാൻ പൊള്ളുകയല്ല. ഭാര്യയും ഭർത്താവും വർത്താനം പറയുന്നു, അമ്മായിയമ്മയും മരുമകളും അപ്പനും മക്കളും, ഇതൊന്നും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയല്ല. കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ അപ്പുറത്തെ മുറിയിൽ നിന്ന് വർത്താനം പറയുക. ഒത്തിരി പാതിരാത്രിയായി. അവർ വർത്താനം പറഞ്ഞപ്പോൾ തള്ള ഇപ്പുറ കിടന്നതിന് മറുപടി പറയുക. വല്ല കാര്യമുള്ള കാര്യമാണ്. അങ്ങനെ അല്ലടാന്ന്. അത് മുണ്ടക്കയത്തിൽ നിന്ന് മേലോട്ട് പോകണമെന്ന് അവരെവിടോ പോകുന്ന കാര്യം ചർച്ച ചെയ്യുക. പാതിരാത്രി അവർക്ക് കല്യാണം കഴിഞ്ഞ് ടൂറ് പോകാനാ. അപ്പം അവൻ പറഞ്ഞു, എടി മുണ്ടക്കയത്ത് എനിക്ക് വന്ന് കൂട്ടിക്ക് ചെന്നിട്ടാണ് പോകുന്നത്. അവൾ പറഞ്ഞു, അല്ല പുഞ്ചവയിൽ ചെല്ലണം 504. അവർ രാത്രി 12:30 വർത്താനം പറയുമ്പോൾ തള്ള ഉറങ്ങുന്നില്ലെന്ന്. അവർ അപ്പുറത്തെ അങ്ങനല്ലടാ മുണ്ടകയും ചെന്നത് മതമ്പയ്ക്ക് പോടാന്ന് ഇപ്പുറത്തെ മുറി കിടന്ന്. അയ്യോ അങ്ങനത്തെ വെടലകളൊക്കെ ഒത്തിരി ഉണ്ട്. ഈ തളയ്ക്ക് പാതിരാത്രി കിടന്ന് ഉറങ്ങിയാ പോരെ, പമ്മി കിടക്കുക. അയ്യോ മിക്കടുത്തും ഉള്ള കാര്യമായി പറയുന്നേ. ഇവിടെ
എല്ലാ മക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും വല്യപ്പനും വല്യമ്മയ്ക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്തതാ ഓരോ ദിവസവും കേട്ടോണ്ടിരിക്കുന്നത്. എന്നാൽ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പച്ചനും അമ്മച്ചിക്കും വല്യമ്മയ്ക്കും വല്യപ്പനും കൊച്ചുമക്കൾക്കും മക്കൾക്കും മരുമക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവ് എല്ലാവരും അങ്ങനെയുള്ളവരല്ലേ വന്നേക്കുന്നേ, എല്ലാവരും കേൾക്കുകയല്ലേ. മോനെ നിനക്ക് മനസ്സിലാകുന്നില്ലേടാ കണ്ണാടി ഇല്ലേ? അവനും പിടി കിട്ടുക. ഷോണേ കണ്ടോ, സ്തോത്രം, പിടികിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞ കാര്യം? എല്ലാവരും കേൾക്കാം. നിങ്ങൾക്കും കേൾക്കാൻ മേലേ? തിരിയുന്നില്ലേ? എന്നാ സന്തോഷമില്ലാതെ പാടി ഊപ്പാട് വന്നതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാക്കും വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ. മതി, ഞാൻ അത് ഒപ്പിച്ച് വരുമ്പോ ഞാൻ പാട്ട് നിർത്തും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ. 49-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചോ. നല്ല വാക്യമല്ലയോ? ഒന്ന് വായിച്ചേ. എന്തായാലും രണ്ടുപേരെയും കൊണ്ട് ഇരുത്തിയിരിക്കുന്നില്ലയോ, വെറുതെ ഇരിക്കണ്ട. മൈക്ക് കൂടെ വായിക്കും. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. മതി മതി മതി. സകല വ്യക്തികളും ഇത് കേൾക്കണം. എന്തായാലും ബഹുമാനപ്പെട്ട തോമസ് സാറ് ഇത്ര ഏരിയയിലെങ്കിലും ഇത് കേൾപ്പിക്കാൻ തുനിഞ്ഞല്ലോ. ഓൺലൈനിലും ചിലരുണ്ട്. 100 പേരില്ലേ? ഇല്ലേ മോനെ? 300 പേര് നമ്മളെ കൂടാതെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുക ചെറിയ കാര്യമല്ല. നമ്മുടെ സ്വന്തം അനിയൻ പോലും കേൾക്കുന്നില്ല. എന്നാൽ ഇത് ചെറിയ കാര്യമാണ്, വലിയ കാര്യമാണ്. ദൈവത്തിന് ഒരു വ്യക്തിയുടെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാ. ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അധിക വാസം ഇകത്തിലില്ലേ ഒടുവിലെന്താകും? നിർത്തി അവിടെ ഇരുന്നു. എൻ്റെ കൂടെ അറിയാമെങ്കിൽ പാട്ടുകൂടെ അറിയാമെങ്കിൽ എന്നാ കുനിഞ്ഞിരിക്കുന്നത്? ഞാൻ വല്ലതും ചോദിച്ചൊന്നും ഓർത്താണ്. പുള്ളി ഇതെല്ലാം കണ്ട് ദൈവമേ പെട്ടുപോയല്ലോ എന്നായിരുന്നു. ഒരു കുഴപ്പമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. സുവിശേഷം സകല ജാതികളും രക്ഷപ്പെടാൻ. ഇതെല്ലാവരും കേൾക്കണം. 4-ാമത്തെ പോയിന്റ്. ആ ബഹുമാന്യ കർത്തദാസൻ അതെല്ലാം നോട്ട് ചെയ്യുന്ന സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷമുണ്ട്. എന്നേക്കാൾ പ്രായമുള്ള സീനിയറായ ബഹുമാന്യ കർത്തദാസൻ ഈ എളിയവൻ പറയുന്നത് നോട്ട് ചെയ്തെടുക്കുന്നല്ലോ. അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം. അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം അത് നോട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനതിൻ്റെ പോയിൻ്റായിട്ട് അങ്ങ് പറയുക. നിങ്ങൾക്കെല്ലാം പോയിന്റും അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്കും പുള്ളിക്കും അങ്ങനെ വലിയ തിട്ടമില്ല. അതുകൊണ്ട് പുള്ളി അതെല്ലാം കുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും അറിയാൻ മേലാത്ത ഇവർക്കല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. ഒന്ന്, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. 2, എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. 3, ആരാ ഇത് കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും ഇത് കേൾക്കണം. 4-ാമത്തെ മെയിൻ പോയിന്റ്. 4, എങ്ങനെയാ ഇത് പറയേണ്ടത്? ഇത് പറയേണ്ടത് വിധമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു തള്ള പറയുമ്പോൾ രാവിലെ പുസ്തകം കക്ഷത്തിൽ വെച്ച് കളസം ഇട്ടുണ്ടെങ്കിൽ ഇറങ്ങിയാൽ പോരാ. ഇത് പറയേണ്ടതിന്
പിന്നെ വിധമൊക്കെ ഉണ്ട്, വിധമുണ്ട്. അതെല്ലാം ഒന്നും ഇപ്പം വിവരിക്കാൻ നേരമില്ല, കൺവെൻഷൻ ആയതുകൊണ്ട്. രണ്ട് കാര്യം പറയാം. ഇതെങ്ങനെ പറയണം സുവിശേഷം? വായിച്ചേ. ഇത് ഒന്ന്, ദൈവം വിളിച്ചതാന്നുള്ള ഉറപ്പ് വേണം പറയാൻ. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 16:10. ഈ ദർശനം കണ്ട് ഏതാ ദർശനം? 9-ാം വാക്യം വായിച്ചേ. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം മക്കദോന്യക്കാരൻ നിലവിളിക്കുന്ന ദർശനം പൗലോസ്ലീഹ കണ്ടപ്പോൾ 10-ാം വാക്യം. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ദൈവം ഞങ്ങളെ വിളിച്ചു. മതി. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം അറിയിക്കുന്നവരെല്ലാം ഈ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ഏതാ? ഇത് അറിയിക്കാൻ ദൈവം എന്നെ വിളിച്ചതാ. മുളക്കുട എന്നാ വിളിച്ചെങ്കിൽ മുളക്കുട പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ പണി നിർത്തും. പാക്കിൽ നിന്നാ വിളിച്ചെങ്കിൽ പള്ളം പാക്കില് അവിടെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ നീ നിർത്തും. കുമ്പനാട്ടിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ കുമ്പനാട് പ്രശ്നം മുഴുവൻ പ്രശ്നമാ. അവിടെ എന്തേലും കൊന്ത്രാക്കൊള്ളി വരുമ്പോ നീ പണി നിർത്തും. അങ്ങ് പുനലൂര് നാ നിന്നെ വിളിച്ചെങ്കിലേ ഇപ്പം പറന്തല്ലോട്ടാക്കി അവിടെ എന്തേലും വൈതരണി വന്നാൽ നീ അന്ന് നിർത്തും. തിരുവല്ല ടൗണിലേ ഷാരോൺ എന്നൊരാൾ പറഞ്ഞിപ്പോ ഓണായി കിടക്കുന്നത് ഷാരോനേ ഉള്ളെന്ന്, ബാക്കിയെല്ലാം ഓഫാ. ചർച്ച് ഓഫായി, അസംബ്ലീസ് ഓഫ് അത് ഓഫായെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഓണായി കിടക്കുന്നത് ഷാരോൺ, അത് മാത്രമോ ഇപ്പം എന്തേലും ആട്ടെ. അപ്പൊ ഈ തിരുവല്ല ഷാരോനിൽ നിന്നാ വിളിച്ചെങ്കിൽ ഷാരോനിൽ എന്തേലും കൊന്ത്രാക്കൊള്ളി വന്നാൽ നീ പണി നിർത്തും. അടയാറിൽ നിന്നാ വിളിച്ചെങ്കിൽ അടയാറേ, ഇപ്പൊ അടയാറല്ല ഇരുമ്പല്ലൂരാ, അവിടുന്നാ വിളിച്ചെങ്കിൽ അവിടെ എന്തേലും പ്രശ്നം വന്നാൽ നീ അന്നേരം നിർത്തും. ഇത് അല്ല, അന്ത്യോക്യയിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ അന്ത്യോക്യയിൽ എന്തെങ്കിലും ഇപ്പം പ്രശ്നമാണല്ലോ, കാണുന്നുണ്ടല്ലോ ന്യൂസ്. ഇവരംഗീകരിക്കുന്നില്ല, മറ്റവർ അംഗീകരിക്കുന്നില്ല, അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് കുറേ എണ്ണം അങ്ങോട്ട്, എല്ലായിടത്തും പ്രശ്നമാണ്. അവിടെ പ്രശ്നം വരുമ്പോൾ നീ പണി നിർത്തും. വത്തിക്കാനിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ വത്തിക്കാനി പ്രശ്നം വന്നാൽ നീ പണി നിർത്തും. സ്തോത്രം. ദേവലോകത്തിൽ നിന്ന് വിളിച്ചാൽ പണ്ടൊരുത്തൻ ബോർഡ് കണ്ട് ദേവലോകം ചാടി കയറി. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാ. എവിടാ ദേവലോകം? 2000 രൂപ. അന്ന് ടിക്കറ്റ് 2.5. അവന് ബസ്സെല്ലാം ഇരുന്നില്ല, ദേവലോകം കണ്ടു പോവുക. തിരിച്ചു കൊണ്ട് കഞ്ഞിക്കുടി ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും ഇറങ്ങി. അതിനാ ഞാൻ ദേവലോകമൊക്കെ കഴിഞ്ഞടാ. എവിടെ? നീ കണ്ടില്ലേ ദേവലോകം? എവിടെ? കഞ്ഞിക്കുടി നിന്ന് അങ്ങോട്ട് ഇടത്തോട്ട് കയറി മുന്നോട്ട് ചെന്നപ്പോൾ ടേണിങ്ങി ഇറക്കവും റബ്ബർ തോട്ടോ അതിൻ്റെ അപ്പുറം ദേവലോകം. അയ്യോ, അപ്പൊ അവനും ചിന്തിച്ചെന്നാ 2.5 രൂപയ്ക്ക് ദേവലോകം കാണാമല്ലോ. അവൻ ആ കൂടെ കണ്ടത് കുറച്ച് റബ്ബർ തോട്ടം കണ്ടു. അല്ല, ഞാൻ വിവരിക്കുന്നില്ല. ദേവലോകത്തിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ ഇതൊക്കെ ഉണ്ട്. ഇതിനൊരു നമ്മൾക്കൊരു ഉത്സാഹം തരുന്നതാ. അവൻ പറഞ്ഞത് വെച്ച് കത്തിച്ചോളാനായി പറഞ്ഞു വെച്ച് പോയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് 10 നിർത്തുള്ളൂ. ചിലപ്പോൾ അവൻ ഒന്നുകൂടെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളോ ഒരു സ്വോത്രം പറയുന്നില്ല അവനേലും. അപ്പൊ ശ്രദ്ധിച്ചേ, ദേവലോകത്തിൽ നിന്ന് നിന്നെ വിളിച്ചെങ്കിൽ ദേവലോകത്ത് പ്രശ്നം വന്നാൽ നീ നിർത്തും. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു സംഘടനയോ ഒരു വ്യക്തിയോ ഒരു അവൻ സമൂഹമല്ല നിന്നെ വിളിച്ചത്. നിന്നെ സുവിശേഷം അറിയിക്കാൻ വിളിച്ചത് ദൈവം വിളിച്ചതാ. ഈ ബോധ്യത്തോടെ വേണം ഇത് പറയാൻ. ദൈവം വിളിച്ചതാണ്. ദൈവം വിളിച്ചാൽ ആരും ഉണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. രാവിലെ എൻ്റെ ഭാഷയാ, രാവിലെ പരിപാടി തുടങ്ങും. ഇത് എല്ലാവരും സുവിശേഷമല്ല. എന്തോ തരും? 1 മാസം ഞാൻ ഇന്ന് എന്തോ തരും? നീ ഇറങ്ങാതിരിക്കുന്നതാ നല്ലത്. നീ വേറെ നിന്നെ ദൈവം വിളിച്ചതാ. ഒരു വഴി അടഞ്ഞാൽ 9 വഴി ദൈവം തുറക്കും. പാറമേൽ സർപ്പത്തിന്റെ വഴി നിനക്കറിയാമോ? കാട്ടാടുകയുടെ പ്രസവകാലം നിനക്കറിയാമോ? അവൻ അറിയാതിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴി എനിക്കും നിനക്കും അറിയത്തില്ല.
ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തുമില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള ദൈവം നിനക്ക് വഴിയൊരുക്കും. ആട്ടെ, വിവരിക്കുന്നില്ല മോനെ, സമയം പറയണ്ടല്ലേ, ഞാനങ്ങ് നിന്ന് പറയും. എന്തുവാ? ആട്ടെ, നീ 1 മണിക്കൂർ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, പെട്ടെന്ന് നിർത്താം. കർത്താവിന് മഹത്വം. ചിലര് 8:45 ചപ്പാത്തി കഴിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഇന്ന് ഇച്ചിരി കഴിഞ്ഞ് കഴിച്ചാൽ മതി. 9 ഇന്ന് ഒരു കുഴപ്പവും വരികയല്ല. ഇത് വചനമാ. നിന്റെ അസ്ഥിക്കകത്ത് മജ്ജയ്ക്കകത്ത് കയറി ക്രിയ ചെയ്യും. രോഗമുള്ള ഭാഗത്ത് ഈ വചനമെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല. ദൈവത്തിന് മഹത്വം. സന്തോഷത്തോടെ ഇതങ്ങ് കേട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെങ്ങനെ അറിയിക്കേണ്ടത്? 1, ദൈവമാണ് എന്നെ വിളിച്ചത്. 2, അതുകൂടെ പറഞ്ഞ ആ ഭാഗം വേണ്ട. 2, ഇത് അറിയിക്കുമ്പം അഭിമാനത്തോടെ അറിയിക്കണം. വായിച്ചേ, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവെടുത്ത് വായിച്ചേ. റോമാലേഖനം 15:21. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. കണ്ടോ, സുവിശേഷം അറിയിക്കാൻ അഭിമാനിക്കുന്നത്. അയ്യോ പ്രിയരെ, ഇത് അഭിമാനത്തോടെ പറയണം. ആരേലും കാണുമ്പോ നീ ചൂളരുതെന്നായി പറഞ്ഞ എന്റെ അർത്ഥം. ഇതൊരു വാർഡ് മെമ്പറെ കണ്ട ഉടനെ അവനങ്ങ് ചൂളുക. നീ പണിക്ക് ഇറങ്ങാതിരിക്കുന്ന നല്ലത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെ പിന്നെ പറയുകയും വേണ്ട. MLA-യോ MP-യോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നിന്ന് ആലിന് തുള്ളും പോലെ എടാ പൊട്ടങ്ങണാപ്പാ. മന്ത്രിയോടും തന്ത്രിയോടും അല്ല, അവരോടാ ഇപ്പൊ പറയേണ്ടത്. ഇത് മന്ത്രിയോടും പറയണം, തന്ത്രിയോടും പറയണം, ഉന്നത പോലീസ് അധികാരികളോടും പറയാ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവர்களுമായിട്ട് സംസാരിപ്പാൻ അവസരം കിട്ടിയാൽ ആ മാന്യദേഹത്തോട് സംസാരിക്കുക ഈ സുവിശേഷം. അല്ല, കേരള മുഖ്യമന്ത്രി ഇപ്പോൾ ഇനി 4-ാം തീയതി അറിയാം ആരാണ്. ആരേലും വരട്ടെ, നമുക്ക് തന്നെ ആര് വന്നാലും വരുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതാണ് നമ്മളെ ഏൽപ്പിച്ചതാണ്. നമ്മുടെ ആൾക്കാർ നമുക്കും വേണമെന്ന് MLA MP 4 കുടുംബം ഉള്ളതിനെ ഭരിക്കാൻ അറിയാൻ മേല. 3 കുടുംബം, ഒരു അരക്കുടുംബം നടക്കാൻ മേലാത്തൊരു തള്ള. ഈ 7 എണ്ണത്തിന് വെച്ചാണ് നമ്മൾ പറഞ്ഞത് തീ കത്തിക്കാ എന്നിൽ, ഈ തള്ള ഇനി എന്നാ കത്താനാ? ഈ 4, 3, 7 എണ്ണത്തിന് ചൊവ്വനെ ഭരിക്കാൻ അറിയാൻ മേലാത്ത ആളാ. ഇനി പറയുന്നില്ല ഞാൻ. എന്നെ നിന്നെ ഏൽപ്പിച്ചത് നാട് ഭരിക്കാനല്ല. അവൻ സ്തോത്രം ഏൽപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഒരു വാർഡിൽ പാർക്കുമ്പോൾ വാർഡ് മെമ്പറിന് വേണ്ടി പ്രാർത്ഥിക്കണം, പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ താലൂക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ആര് ഭരിച്ചോട്ടെ, നമുക്ക് തന്നെ. ഇതുവരെ 10 വർഷത്തെ ആണ്ട് ഭരണം പൂർത്തീകരിക്കാൻ പോവുക പിണറായി വിജയൻ. ഇനി ഭരിക്കട്ടെ. അതല്ല, ഇനി മറുവശം അവിടെ ഇപ്പൊ ആരാന്ന് തർക്കത്തിൽ കിടക്കുക. അതുകൊണ്ട് ഞാൻ ഇന്നയാളാന്ന് പറയുന്നില്ല. എല്ലാവരും ഷർട്ട് തയ്പ്പിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും തേച്ചും വെച്ചിരിക്കുക. നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ആരേലും അല്ല. ഇനി ആ ഭാഗത്ത് നിന്ന് ഇപ്പം 3-4 പേരുടെ പേരൊക്കെ ആ ന്യൂസിലൊക്കെ സതീശൻ വരുന്നെന്ന് പറയുന്നു, ചെന്നിത്തല വരുന്നെന്ന് പറയുന്നു, വേണുഗോപാൽ ഒരു ഇടയ്ക്ക് കേട്ട് പെണ്ണുങ്ങളെയും കൂടെ ആക്കാൻ പോവാന്ന്. ആരേലും വരട്ടെ, ആര് വന്നാലും വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ല, ഇനി കേരളത്തിൽ BJP ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ, നമുക്കെന്നാ. ദൈവം അറിയാതെ ഇവിടെ ആരും ഭരിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്ക്. ചെറുക്കങ്ങ് വെപ്രാളമായി. ഇന്ന് ആര് വന്നാലും രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും ദൈവമാണ്. ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാലും കൊള്ളാം, BJP ഭരിച്ചാലും കൊള്ളാം, ആര് ഭരിച്ചാലും കൊള്ളാം. ഇനി മമതാ ബാനർജി വന്ന് ഭരിക്കട്ടെ, അല്ലെങ്കിൽ മായാവതി വരട്ടെ, ആരേലും വരട്ടെ. നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആര് ഭരിച്ചാലും ഒരു കാര്യം പറയാം, അറിയാമല്ലോ, ഈ പുസ്തകം പറയുന്നത് ഇവിടെ ശരിയാകുകയല്ല. ആര് വരും അങ്ങനെ വേദപുസ്തകം അങ്ങനെ പറയാനേ. പിന്നെ കുറെയൊക്കെ തത്തിയും കൂട്ടിയും ഞങ്ങളുടെ ഒരു തള്ള പറമ്പില്ല തത്തിയും പൊത്തിയൊക്കെ പോകാം. പക്ഷേ ഇനി ഒരു ഭരണം അത് യേശുക്രിസ്തു ഭരിക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് ഇസങ്ങളി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ
യേശു ഭരിക്കും. അന്ന് ഒരു ഇസവുമില്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസം, ലീഗലിസം, മോഡേണിസം, ഒരു ഇസവും ഇല്ല. യേശു ഭരിക്കുമ്പോ ഇസങ്ങളിൽ പാരില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമീ ശാലേമിൻ അനുഭവമാ. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. നല്ല പാട്ടാ, വേട്ടമല എഴുതിയതാ, പാടാൻ നേരമില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ട് ആര് വേണേലും 4-ാം തീയതി അറിയാൻ പോവാം, ആര് വേണേലും ഭരിക്കട്ടെ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്നാണെന്നറിയാമോ? ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രാജ്യം നശിക്കരുത്, ഭീകരപ്രവർത്തനം ഒന്നും ഉണ്ടാകരുത്, ഈ ദേശത്തെ നശിപ്പിക്കരുത്. നമ്മുടെ ഈ കേരളം എന്ത് നല്ല സ്ഥലമാണ് കേരളം. ചില അവന്മാർ അമേരിക്കയിലും കാനഡയിലും പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കേരളം അവന്മാർക്ക് ഇഷ്ടപ്പെടുകയല്ല. അവനെല്ലാം നല്ലേ. ഒരാഴ്ച എങ്ങാണ്ട് പോയിച്ച് ഇങ്ങോട്ട് വന്നാൽ അവനിവിടെ ഒന്നും അങ്ങോട്ട് എനിക്കിങ്ങനെ പറയുന്നവന്മാരെ ഇഷ്ടമല്ല. ഇവിടെ കണ്ട് 2 അറബിയെ കണ്ടുവെച്ചുകൊണ്ടെന്നെ പണ്ടൊരുത്തൻ ഒരാഴ്ച കളിപ്പിൽ പോയിച്ച് തിരിച്ചു വന്ന് ചോദിച്ചു, ഈ കായ എന്നതാന്ന് തെങ്ങയെ ചൂണ്ടിക്കൊണ്ട്, ഈ കായ എന്നാന്ന്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എടാ നീ വണ്ടി ഇത് മോട്ടിക്കാൻ കയറിയാനല്ലേടാ ബോംബെ ചാടിയത്, അവിടെ നിന്നല്ലേ നീ വള്ളത്തെ കയറി, ലോഞ്ചെന്നാ പറയുന്നത്, വള്ളത്തെ കയറി പോയി, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ കായ എന്നാന്ന് അറിയാൻ മേലല്ലയോ? അല്ല, അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട്. പണ്ട് ഞങ്ങളുടെ ഒരുത്തനെ തമിഴ്നാട്ടിൽ ഒരാഴ്ച പോയി, ഒരാഴ്ച തമിഴ്നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം അവൻ്റെ അമ്മ രാത്രി ചോറ് കൊടുത്തപ്പം ഒഴിച്ചു കൂട്ടാനും ഉണ്ട്, ഒന്നേ ഉള്ളൊരു കൂട്ടാൻ ഉണ്ട്. അവൻ ചോദിക്കുക, തായേ എന്നെ കുളമ്പ, ഒരാഴ്ച തമിഴ്നാട്ടിൽ പോയാനാ, തായേ എന്നെ കുളമ്പ. തള്ള പറഞ്ഞ് മീൻചാറ് കോരി നിന്റെ കണ്ണിലൊടിക്കുമെന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് വർത്താനം പറയടാ. ഉടനെ അവൻ പറയാം, അമ്മച്ചി ഇച്ചിരി മീൻചാറ് കൂടെ തരാം. ഒരാഴ്ച തമിഴ്നാട്ടിന് തായ എന്നെ കുളമ്പാന്ന്. അല്ല, അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട്, ഇതിനകത്തും കാണും. തള്ള പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ഈ സംസ്ഥാനം എന്ത് നല്ലതാ, ഈ മഹാരാജ്യം ഇന്ത്യ രാജ്യം എന്ത് നല്ലതാ. അതുകൊണ്ട് എന്നെയും നിങ്ങളെ മേൽപ്പിച്ചത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല, നീ ഭരിക്കാൻ നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. കാരണം ഭരണം ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ആര് ഭരിച്ചാലും ഭരിക്കുന്നവന്റെ ഉള്ളത്തോട് ദൈവം ഇടപെടുകയല്ലേ? ദൈവം ഇടപെടും. അഖിലാണ്ടങ്ങളുടെ ഉടയവനായ സർവജ്ഞനായ ദൈവം അവൻ ഇടപെടുമെന്ന് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അത് മുമ്പോട്ട് ഓടിച്ചു പോകുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇതെങ്ങനെ പറയണം? അഭിമാനത്തോടെ പറയണം സുവിശേഷം. അഭിമാനത്തോടെ. ഇത് അഭിമാനമുള്ളതാ സുവിശേഷം. ആക്ഷേപിക്കുന്നവർ കാണും, കളിയാക്കുന്നവർ കാണും, നിന്ദിക്കുന്നവർ കാണും. അതൊന്നും നിങ്ങൾ ഗണ്യമാക്കരുത്. അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കും. കാരണം പുസ്തകത്തിൽ വാക്കിയ ലോകം യോഗ്യമായിരുന്നില്ലെന്ന്. ലോകം അവർക്ക് വേദപുസ്തകം അങ്ങനെ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് നമ്മളെ നിന്ദിക്കുന്നവരും ആക്ഷേപിക്കുന്നവരൊക്കെ കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുവാ? ദൈവമേ, അവരും ഈ അനുഭവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അവരും അനുഭവിക്കണം. നമ്മുടെ സന്തോഷം എങ്ങനെ? ആമേ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷമാണ്. ആട്ടെ, ഞാൻ ദീർഘമാക്കുന്നില്ല, ഓടിച്ചു മുമ്പോട്ട് പോകുക. കൃത്യം 10 നിർത്തും. നിങ്ങൾ ഇനിയും ചിന്തിക്കുമൊന്നും വേണ്ട. സ്തോത്രം. നിർത്തുക. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വ സൃഷ്ടികളും സകല ജാതികളും. എങ്ങനാ ഇത് പറയേണ്ടത്? 2 കാര്യം അവിടെ പറഞ്ഞു. 1, ദൈവമാണ് വിളിച്ചെന്നുള്ള ബോധ്യം വേണം. 2, അഭിമാനത്തോടെ പറയണം. അഭിമാനത്തോടെ പറയേണ്ട വിധമുണ്ട്. വായിച്ചേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അതിന്റെ രീതി അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ന്റെ 5. സുവിശേഷം അവര് പറഞ്ഞ തെറ്റാവരവാന്നല്ലോ. വായിച്ചേ, ഞങ്ങളുടെ സുവിശേഷം വചനമായി വചനമായിട്ട് മാത്രമല്ല. നിർത്തിക്കേ. ഞങ്ങളുടെ സുവിശേഷമേ കുറെ വാക്യം മാത്രം അങ്ങ് പറയല്ല. ഏതാ? പുസ്തകത്തിൽ നിന്ന് കാണാതെ കുറെ എണ്ണം പഠിച്ച് നോട്ട് ചെയ്തേച്ച് കുറെ, അത് നല്ലതാ. കുറെ വാക്യം നിന്ന് വിളമ്പുകയല്ല.
ചില നന്നായിട്ട് വാക്യം പറയും. അയ്യോ എന്തോ കഴിവാ, നന്നായിട്ട് പറയും. മത്തായി 8:2, 3:4, അടുത്തത് 7:14. ആ 14-ാമത്തെ വാക്യത്തെ 14 പ്രാവശ്യം കീറിയാൽ അതിൻ്റെ ഒരു കീറിനെ 3 പകുക്കാം. വായിച്ചാട്ടെ. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന അതെല്ലാം കറക്റ്റ് പോവാ, ഒരു തുള്ളി പോലും തെറ്റുന്നില്ല. എന്നാ ജ്ഞാനമാ. പക്ഷെ പൗലോസ് പറയുക, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കുറെ വാക്യം മാത്രം പറയല്ല. ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങളുടെ വചനം അല്ല മോളെ, ഞങ്ങളുടെ സുവിശേഷം. എന്നാ മോളെ, കുഴപ്പമില്ല, വായിച്ചോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പുലമ്പുകയല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടെ. ഇങ്ങനെ പറയണ്ടേ? പറയുമ്പോ ശക്തി ഉണ്ടായിരിക്കണം. ഇത് കേൾക്കുമ്പോഴേ ഉള്ള ശക്തിയും കൂടെ പോവുക. ചിലർ പറഞ്ഞാലേ ഇച്ചിരി ശക്തിയോടാ വന്നിരുന്നത് കേട്ടപ്പം. ഇത് പരിശുദ്ധാത്മാവോടും ശക്തിയോടും നിശ്ചയത്തോടും കൂടെ പറയണം. ഇത് പറയാൻ വരുന്ന ആളും ഇട്ട ഷർട്ട് ഉടയരുത്, അല്ലെ ഇട്ട ജിബ ഉടയരുത്. വയ്യാത്തവരുണ്ട്, ശാരീരിക ക്ഷീണമുള്ളവരുണ്ട്, രോഗികളുണ്ട്. അവരുടെ കാര്യമല്ല പറഞ്ഞു. ശാരീരിക ക്ഷീണത്തോടെ തന്നെ ശുശ്രൂഷയ്ക്ക് വരുന്നവരുണ്ട്. അവർക്ക് ചിലപ്പം ഒത്തുന്ന് വരിക. ഒരു കുഴപ്പമില്ലാതെ പണ്ടൊരു തള്ള പറഞ്ഞ പോലെ 2 അരിയുടെ ചോറ് തിന്ന് വെച്ചാൽ നീയെ അതിനടുത്ത് കൂട്ടാനും എല്ലാം വെട്ടി വിഴുങ്ങി ഷുഗർ ആണെങ്കിലും ഒറ്റ ഐസ്ക്രീം വിടുകയല്ല. ഇതെല്ലാം നല്ല പെരുക്കി വെച്ച് പറയാം, അനങ്ങാൻ മേലെന്ന്. ഇത് അറിയിക്കേണ്ടത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. ഇങ്ങനെ സുവിശേഷം അറിയിക്കേണ്ടത്. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ? എല്ലാവരും രക്ഷപ്പെടാൻ. ആര് കേൾക്കണം? എല്ലാ സൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. എങ്ങനെ പറയണം? അഭിമാനത്തോട് പറയണം, ദൈവം വിളിച്ചെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം, ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. അത് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം. അത് പറയാതിരിക്കാനൊക്കത്തില്ല, വെള്ളാപ്പള്ളിയല്ലേ, പറയാതിരിക്കാനൊക്കത്തില്ല. വന്ന പലരെയും ഞാൻ കണ്ടു, അതുകൊണ്ട് പറയാതിരിക്കാനൊക്കത്തില്ല. ഈ സുവിശേഷം കേട്ടവരും അംഗീകരിച്ചവരും ഇത് അറിഞ്ഞവരും ഇത് പറയുന്നവരും എങ്ങനെ ആയിരിക്കണം? അതൊരു അത്യാവശ്യമാണ്. വർഷങ്ങളായിട്ട് പറയല്ലേ, വർഷങ്ങളായിട്ട് ഇങ്ങനെ ലഘുലേഖയൊക്കെ കൊടുക്കുന്നല്ലോ, നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ എങ്ങനെ ആയിരിക്കണം? ഒരു വാക്യം ഒന്ന് വായിച്ച് എല്ലാം ഇപ്പോൾ എടുക്കാൻ നേരമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. നിർത്തിക്കേ. സുവിശേഷം പറയുന്നവരും അറിയിക്കുന്നവരും ഒക്കെ ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കണേ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ക്രിസ്തുമാമയുടെ വായികൊക്കെ എടുത്തോണ്ട് എന്തോ തപ്പുന്നു. ഇതിന് വിഘ്നം വരുത്തുന്നാ ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിന് വിഘ്നം വരുത്താതിരിക്കേണ്ടതിന് സകലവും പൊറുക്കുന്നു. അതെ, സുവിശേഷം പറയുന്നവരും അറിയിക്കുന്നവരും എല്ലാം പൊറുക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കണം. മനസ്സിലായോ? സ്വന്തം അനിയനോട് മിണ്ടുകയല്ല, രാവിലെ ഇറങ്ങുക തമ്പിയുടെ ഹൃദയമായിട്ട്. എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? ഒരു സഭയിലാ കൂടുന്നത്, കയ്യും കൊടുക്കുകയല്ല, മിണ്ടുകയല്ല. അവനും ഇറങ്ങുക, തകരുന്ന കപ്പൽ. നിന്റെ കാര്യമാണ്. വായിച്ചാൽ നോക്കണ്ട, ഞാൻ കൃത്യം നിർത്താം, ഇപ്പം നിർത്താം. പിന്നെ നീ ഇപ്പോൾ ഒത്തിരി ഇരുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പ്രിയരേ, എല്ലാം പൊറുക്കാൻ ഒരു മനസ്സ് വേണം. നിങ്ങളെ ഉപദ്രവിച്ചവർ കാണും, ആക്ഷേപിച്ചവർ കാണും, അയലത്തുകാരോ ബന്ധുക്കളോ ചാർച്ചക്കാരോ, ചിലപ്പോൾ ഒരു കൂട്ടായ്മയിൽ നടക്കുന്നവർ ചിലപ്പോൾ ആക്ഷേപിച്ച് പരിഹസിച്ച് കാണും. പക്ഷെ നമ്മൾ പൊറുക്കണം. എന്തിനാ? സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കാൻ. ഇതിൽ നിന്ന് ഒത്തിരി കാര്യം പറയാനുണ്ട്. ചിലരുടെ മുഖമൊക്കെ വല്ലാതാകുന്നു. ചിലരെ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഓർത്ത് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ എഴുന്നേറ്റ് പോകാത്ത വന്നപ്പോഴേ പലരും പറഞ്ഞ് അയാൾ ബോധമില്ലാത്തവനാ, വല്ലതും വിളിച്ച്
പറയും ദൈവത്തെ ഓർത്ത് സഹിക്കുകയല്ലാതെ നിർവാഹമില്ല, ആ കാശിന് വെളിവുള്ളവനല്ല, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മര്യാദയ്ക്ക് ഇരുന്നോണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അതും നല്ലതാ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ആ തത്തീർ എനിക്ക് ഉണവായെന്ന് പറഞ്ഞ പോലെ ഒരു ബോധക്കേടുകാരൻ 3-ാം ദിവസം വന്നതും നല്ലതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് അഭിമാനത്തോടെ പറയണം, ദൈവം വിളിച്ചെന്നുള്ള ഉറപ്പിൽ പറയണം, ദൈവത്തിന് മഹത്വം, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ദൈവനിശ്ചയത്തോടും പറയണം. അടുത്ത പോയിന്റ് ഒത്തിരി ഉണ്ട്, അത് പറഞ്ഞങ്ങ് ആ ഭാഗം വിടുക. അടുത്ത പോയിന്റ് എന്താ ഈ സുവിശേഷത്തിന്റെ വിശേഷത? ഒത്തിരി വിശേഷതയുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ ഇങ്ങനെ വേദപുസ്തകമൊക്കെ കൂടുതലും വേദപുസ്തകം വായിക്കുന്നു. ഇന്നാണ് ഒരാൾ പറഞ്ഞു ഗൂഗിളിലുണ്ടെന്ന്. എനിക്ക് കയറാനും അറിയാമല്ല, തന്നെയല്ല കയറിയാൽ ഇറങ്ങുകയില്ല, അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ കയറാറില്ല. കയറുന്നവർ ഇങ്ങനെ ഇറങ്ങി വരണം. അപ്പം ഞാൻ കൂടെ ഇതിനകത്താണ് കയറുന്നത്. അതിനാ ഇത് നല്ല പച്ചയായ ഉൾപ്പുറമല്ലയോ, ഇതിനകത്തോടൊന്ന് കയറിക്കേ. പ്രാണനെ തണുപ്പിക്കും, നീതിവാദികളിൽ നടത്തും, ദൈവത്തിന് മഹത്വം. മരണത്തിൻ്റെ നാടുവരിയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും. ഇതിനകത്തൂടെ കയറി ഇറങ്ങിക്കേ. അപ്പം ഞാൻ ഇതിനകത്തൂടെ അവസരം കിട്ടുമ്പോഴെല്ലാം കയറി ഇറങ്ങാം. അപ്പോൾ കയറി ഇറങ്ങുമ്പം സുവിശേഷത്തിൻ്റെ വിശേഷത ഇങ്ങനെ ശാന്തമായിട്ട് നോക്കിയപ്പോൾ ഒരു 22 പോയിന്റ് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. 22. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്തെ അയാൾ ഇനി 22 പറഞ്ഞാൽ നമ്മളെ വിടുവോളെന്നായിരിക്കും ചിന്ത. ഇല്ല, ഇരിപ്പ് കണ്ടിട്ട് 5 പോലും പറയാൻ തോന്നുന്നില്ല. എങ്കിലും കമ്പിവാചകം പോലെ ചില കാര്യം പറയാം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? വായിച്ചേ. 1, ഈ സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16 ചടിയടാന്ന് വായിക്കണേ. റോമാലേഖനം 1:16 സുവിശേഷത്തിന്റെ വിശേഷത. പ്രിയരെ, സുവിശേഷം അവൻ നിന്നെ രക്ഷിക്കും. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. മതി. എന്റെ പ്രിയരേ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. സഹോദരാ, നിന്നെ രക്ഷിക്കും. സഹോദരി, നിന്നെ രക്ഷിക്കും. മാതാവേ, പിതാവേ, നിന്നെ രക്ഷിക്കും. നിന്നെ മാത്രമാണോ? നിന്റെ കുടുംബത്തെ രക്ഷിക്കും. കുടുംബത്തെ മാത്രമാണോ? നിന്റെ ചേർച്ചക്കാരെ രക്ഷിക്കും. മാത്രമാണോ? സകല മനുഷ്യനെയും രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. സുവിശേഷം നിന്നെ രക്ഷിക്കും. എനിക്കിതെല്ലാം ഇവിടെ നിന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ സാറെന്ത് ചെയ്യും? എവിടെ തോമസ്? എനിക്കിങ്ങനെ അവസരം തന്നതിന് നന്ദി കേട്ടോ. അയ്യോ, ദൈവത്തിന് മഹത്വം. എൻ്റെ സ്നേഹിതരെ, സുവിശേഷം നിന്നെ രക്ഷിക്കും. ഓടിച്ചു പോകാം. 2, സുവിശേഷത്തിന്റെ വിശേഷത 2, ഇത് സമാധാനം തരുന്നതാ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു പെട്ടെന്ന്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും പിന്നെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. മതി. സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരും. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മനഃശാന്തിയില്ലാതെ, മദ്യത്തിനും മയക്കമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് നേർച്ച കാഴ്ചകൾ കൊടുത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തും എടുത്തിട്ടും യാതൊരു സമാധാനമില്ല. അല്ല, തീർത്ഥയാത്രയോ തീർത്ഥാടനങ്ങൾ നടത്തിയിട്ട് ആണ്ടോടാണ്ട് ഓരോ കാര്യം ചെയ്തിട്ടും ഒരു സമാധാനവുമില്ലാത്ത ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ ഈ സുവിശേഷം നിനക്ക് സമാധാനം തരും. 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, ഒരു പൈസ പോലും ചെലവാക്കണ്ട, കയ്യും കാലും പൊക്കുകയും വേണ്ട. ഇരിക്കുന്നിടത്ത്, കേൾക്കുന്നിടത്ത്, നിൽക്കുന്നിടത്ത് ഒറ്റ വാക്ക് പറ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി രക്ഷിക്കും. ആ രക്ഷകൻ ഉള്ളത്തിലേക്ക് വന്നാൽ സമാധാനമാണ്. അനുഭവിക്കുന്നവരായി ഇതിനകത്തിരിക്കുന്നു. ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പലരും കയറി എന്ന് പറയും, ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, ഇപ്പം ഭയങ്കര സമാധാനമാണ്. ഇത് സമാധാനമാണ്. ഒരു പാട്ടുണ്ട്, യേശു നായകൻ സമാധാന പാടുന്നില്ല, എല്ലാം അങ്ങ് പറഞ്ഞു വിടുക. യേശു സമാധാനനായകൻ. ഈ സമാധാനം യേശുവിലുണ്ട്. നമ്മുടെ കർത്താവിന് പര്യായ പദങ്ങൾ പലതുണ്ട് വേറെ പുസ്തകത്തിൽ, ഇരട്ടപ്പേരൊന്നും അല്ല കേട്ടോ, പര്യായ പദങ്ങൾ.
അങ്ങനെയുള്ള ഒരു പദമാ അറിയാമല്ലോ. ആ പദം ഇങ്ങനെ, അവിടുന്ന് സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി ആ സമാധാന പ്രഭു ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് വല്ലതുമാണോ സമാധാനം തരുന്നത്? അയ്യോ, പ്രവാചകൻ പറയാ നദി പോലെ. അങ്ങൊരു പാട്ടില്ലേ മോളെ, നദി പോലെ സമാധാനം. കേട്ടിട്ടില്ല? ഇല്ലേ? നമ്മൾ അങ്ങോട്ട് പാടിയതല്ലേ? അതാ, അതുപോലെ സമാധാനം തരും. ഈ സമാധാനത്തിനൊരു വിശേഷതയുണ്ട്. അതാ സകല ബുദ്ധിയും കവിയുന്ന സമാധാനമാണ്. ഇത് സുവിശേഷത്താൽ ലഭിക്കുന്നതാ. ഇതിനകത്ത് എന്ത് സമാധാനത്തോടായിരിക്കുന്നത്? 9:30 ആയിട്ടും സമാധാനത്തോടെ ഇരിക്കുക. 10 പേര് ഇരിക്കാൻ പോവുക സമാധാനത്തോടെ. നല്ല സമാധാനം. കടഭാരമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എന്ത് സമാധാനത്തോടായിരിക്കുന്നത്? വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് ഇതിനകത്ത്. സമാധാനത്തോടല്ലേ ഇരിക്കുന്നത്? വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവരും കാണും. എന്ത് സമാധാനമാണ്? എന്ത് സമാധാനമാണ്? അതെന്നാ? യേശു സമാധാനദായകനാ. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ ഒന്ന്, സുവിശേഷത്തിൻ്റെ വിശേഷത, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരും. 3 സുവിശേഷത്തിൻ്റെ 3ാമത്തെ വിശേഷത. ഒത്തിരി ഉണ്ടെല്ലാം പറയുന്നില്ല. 3ാമത്തെ വിശേഷത, ഇത് മാനുഷികമല്ല. ഗലാത്യ ലേഖനം 1:11 വായിച്ചു. സുവിശേഷമേ മാനുഷികമല്ല. വായിരേ, പെട്ടെന്ന് വായിരു, നേരം പോണം. ഞാൻ അറിയിച്ച സുവിശേഷം, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന്. മാനുഷികമല്ല. നിർത്തിക്കേ എന്റെ പ്രിയരെ, സുവിശേഷം മാനുഷികമല്ല. അതിനാ മാനുഷികമായിരുന്നു എന്നേ തകർന്നേന്. ഇത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ലെന്ന്. ഇത് മനുഷ്യനാരും ഒപ്പിച്ച വിനകൃതിയല്ല. മനുഷ്യൻ ഒപ്പിച്ചു തരുന്ന ഇതെന്ന് നശിക്കേണ്ടതാ. സുവിശേഷം സ്വർഗീയമാ, മാനുഷികമല്ല. ചില ആൾക്കാർ ധരിച്ചു വെച്ചേക്കുന്ന സുവിശേഷം സായിപ്പ് കൊണ്ടുവന്നത്. എടാ പൊട്ടാ, സായിപ്പിന്റെ നല്ലടാ. ചില പൊട്ടക്കണാമ്പന്മാർ പറഞ്ഞ സായിപ്പിന്റെയാണ്. സായിപ്പിന്റെ വേറെയൊക്കെയാ. സുവിശേഷം ദൈവത്തിൻ്റെതാണ്. കുക്കു സാഹിബിന്റെയാണ്. കുക്കു സാഹിബിന്റെയാണോ സുവിശേഷം? കുക്കു സാഹിബ് ഒരു സുവിശേഷകനാന്നേ ഉള്ളൂ. സുവിശേഷം കുക്കു സാഹിബിന്റെ അല്ല, ഉണ്ണുണ്ണി സാറിന്റെ അല്ല, സൈമൺ സാറിന്റെ അല്ല. സുവിശേഷം വത്തിക്കാന്റെ അല്ല, അന്ത്യോക്യയുടെ അല്ല. മനസ്സിലായില്ലേ? സ്തോത്രം. ഇതൊരു മനുഷ്യന്റെ അല്ല സുവിശേഷം. സുവിശേഷം ദൈവികം. അതിലെ സുവിശേഷത്തെ തകർക്കാനും സുവിശേഷകരെ മുടിച്ചു കളയാൻ എത്രയോ പേര് രംഗത്ത് വന്ന് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ നിരാശപ്പെടണ്ട. ഇത് ദൈവികമാ. ഒന്നിനെ തീർത്താൽ 9 എണ്ണത്തിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ദൈവത്തിന് മഹത്വം. ആട്ടെ, വിവരിക്കുന്നില്ല. സുവിശേഷം 3 വിശേഷത. ഇത് മാനുഷികമല്ല. 4 സുവിശേഷത്തിന്റെ വിശേഷത. അതുകൂടെ പറയാം. 4 സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഫിലിപ്പിയ ലേഖനം 1:27 വായിച്ചേ പെട്ടെന്ന്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടക്കണം. കണ്ടോ? അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത, ഇത് യോഗ്യമായി നമ്മെ നടത്തും. കേട്ടല്ലോ മകേഷിന്റെ കോട്ടയം മകേഷ് എന്തി അതാണ്ടിരിക്കും. ഇപ്പൊ എന്ത് യോഗ്യമായിട്ടാണ് നടക്കുന്നത്? ഇല്ലയോ? ഇനിയും യോഗ്യമാകാനുണ്ട്. അതായത് ഇതിന്റെ പ്രത്യേകത. ഇനി അടുത്ത പ്രാവശ്യം കർത്താവ് ഇതിനുമ്പോ കുറച്ചുകൂടെ യോഗ്യമായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇല്ലേ? നേരത്തെ ഞാൻ ഉടുത്ത മുണ്ട് തലയെ കെട്ടിയാ നടക്കുന്നത്. ഇല്ലേ? ഒന്ന് പറഞ്ഞു. രണ്ടാമത്തേന് മകേഷ്. ഇങ്ങനെ ഒത്തിരി മകേഷന്മാരുണ്ടായിരുന്നു. വെച്ച കഞ്ഞി കുടിപ്പിക്കുകയല്ല, ഭാര്യയുടെ മുടിക്ക് പിടിച്ച് കുത്തി ഇടിക്കുക. ഒരു തള്ള കുടിച്ചേച്ച് വന്ന് തല്ലിയപ്പോൾ തള്ള പറയാ, ഇയാൾ അടുത്ത വെള്ളിടി തൻ്റെ നെഞ്ചത്ത് വെട്ടുവന്ന്. ഞാൻ കേട്ടോണ്ട് നിൽക്കുക. വെട്ടാനാന്നോ? അല്ല, സാഗി കെട്ട് പറഞ്ഞതാ. വെറ്റ തള്ള ഇടയ്ക്ക് കയറിയപ്പോൾ തള്ളക്കിട്ടൊരു താങ്ങ് അവിടെ ഈ ഭാഗത്ത് ഇട്ടിച്ചു. അവരും ഉടനെ പിരാഗി, നിന്നെ കാലപാമ്പ് കൊത്തി കൊല്ലുക ഉള്ളത്. പാമ്പ് കൊത്താനാന്നോ? അല്ല, സാഗി കെട്ട് പറഞ്ഞതാ. പക്ഷെ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് അലോഗ്യവും ബഹളവും വെച്ചകഞ്ഞ് കുടിപ്പിക്കാതെ അലോഗ്യമുണ്ടായ ആ കുടുംബത്തിൽ ഇപ്പോൾ സന്ധ്യയാകുമ്പോൾ പാട്ടും പ്രാർത്ഥനയാ.
മുളകുടച്ച് താന്നേലും പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞ് വട്ടം വരുന്നത് ആ കോരി കുടിക്കുമ്പോൾ എന്തോ ഒരു സമാധാനവും സന്തോഷവും. യോഗ്യമായിട്ട് നടത്തും, യോഗ്യമായിട്ട്. ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് അരച്ചാനുണ്ടായിരുന്നു, കുടിച്ചു കഴിഞ്ഞാൽ വെളിവ് വല്ലതും ഉണ്ടോ? ഈ ചെറയെന്ന് വീട്ടിലോട്ട് പോകാൻ ഒരു തെങ്ങും തടിയാ പാലം. അവിടെ ഒരു കമ്പ, ഇവിടെ ഒരു കമ്പയിൽ ഇങ്ങനെ കയറ് കെട്ടിട്ടുണ്ട്. ഈ പാലത്തെ തടി കൂടെ കയറെ പിടിച്ചോണ്ട് അക്കരയ്ക്ക് പോകുന്നത് ബാലൻസിന്. അപ്പം ഇങ്ങനെ കയറുണ്ട്, കയറെ പിടിച്ചിങ്ങനെ പോവുക. അങ്ങോട്ട് പുള്ളി കയറെ പിടിച്ചുകൊണ്ട് പോയി ഷാപ്പിലോട്ട്. കുടിയെല്ലാം കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നപ്പോൾ ഉടുത്ത മുണ്ട് ഒരു തലയിലങ്ങ് കെട്ടിയേച്ച് നിക്കറിട്ടിട്ടുണ്ട്. പുള്ളി എന്നിട്ട് പാലത്തെ കയറുന്നില്ല, വെള്ളത്തിലോട്ട് ഇറങ്ങി നീന്തുക. തടിയെ പിടിച്ച ഇത്രയും വലിയ കയറാരാടാ കെട്ടിയെന്ന്. തെങ്ങൻ തടിയെ പിടിച്ചോണ്ടാ. അങ്ങോട്ട് പോയപ്പം ചെറിയ കയറായിരുന്നു. ഇത്രയും വലുതാരാടാ ഞാൻ പോയപ്പം? ഇതായിരുന്നു. വെളിവ് കെട്ട്, ലെവല് കെട്ട്, ലെക്ക് കെട്ട്, എന്തെല്ലാം പ്രശ്നമുണ്ടാക്കി. ഇവിടെ ഇരിക്കുന്നവർ പലർക്കും ഈ സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ സുവിശേഷം വന്നപ്പോൾ, സുവിശേഷം ഏറ്റെടുത്തപ്പോൾ എന്ത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിച്ചു, മാന്യമായിട്ട് സംസാരിക്കാൻ. എന്നോടൊരു തള്ള പറഞ്ഞു, പാസ്റ്റർ എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, തള്ള പറയരുത്. ഇല്ല, ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പൊ പറയത്തില്ല. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രമാ പറയുന്നത്. അടിക്കാൻ വന്നാൽ, ഉപദ്രവിക്കാൻ വന്നാൽ, ആക്ഷേപിച്ചാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിലെ നമ്മുടെ ദൈവദാസന്മാരൊക്കെ പരിശീലനം നടത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ഉപദ്രവിക്കാറുണ്ട്. അവർ തിരിച്ചൊന്നും പറയാറില്ല, സ്തോത്രം പറയുക. അതെന്നാ? ഇത് യോഗ്യമായിട്ട് ഞങ്ങളെ നടത്തും. സുവിശേഷം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത: 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, സമാധാനം തരും. 3, ഇത് മാനുഷികമല്ല. 4, ഇത് യോഗ്യമായിട്ട് നടത്തും. 5 സുവിശേഷം എന്നെ നിന്നെ ഉയർത്തും. വായിച്ചേ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. 2-ാം ലേഖനം 11:7 കൊരിന്ത്യർ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുക. മതി. സുവിശേഷത്തിന്റെ 5-ാമത്തെ വിശേഷത, സുവിശേഷം നിന്നെ ഉയർത്തും. ഇവിടിരിക്കുന്ന എല്ലാവർക്കും ഈ സാക്ഷ്യം പറയാനുണ്ട്. ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ ഓരോരുത്തർ കയറി വന്ന് വെളുക്കോളം നിന്ന് പറയാൻ എല്ലാവർക്കും ഉണ്ട്. എന്നാ? എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട് കിടന്ന് എന്നെ എൻ്റെ ദൈവം ഉയർത്തി. സുവിശേഷം നിന്നെ ഉയർത്തും. ഒത്തിരി സാക്ഷ്യമൊക്കെ പറഞ്ഞാൽ കൊള്ളാം. മോനെ വാച്ചിഞ്ഞതല്ലേ, ഞാനങ്ങ് നിൽക്കും. ഇനി എന്നൊരു പെട്ടെന്ന് അല്ലേ നോക്കി പറയാം. 10 മുന്നേ ഞാൻ നിർത്തും. അതല്ല കുരുങ്ങി കിടക്കുക. ഇങ്ങോട്ട് താ. ഇനി വള ഊരുമ്പോൾ ഊരുക, ഊരുത്താ. മുടിയാൻ നേരത്തെ മുട്ടിട്ടെന്ന് പറഞ്ഞ പോലെ. ഇത് കറക്റ്റാണോ? അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത എന്റെ സഹോദര, ഇത് നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. വിട്ടിരിക്കുന്ന എല്ലാവരും ഈ സാക്ഷ്യം പറയുന്നവരാ. ദൈവം നിങ്ങളെ ഉയർത്തി, ദൈവം നമ്മളെ ഉയർത്തി. സ്നേഹിത, ഈ ദൈവം നിന്നെ ഉയർത്തും. ഇപ്പൊ നിന്റെ കുടുംബക്കാർക്കോ ചാർച്ചക്കാർക്കോ ആർക്കും നിന്നെ വേണ്ട. നീ എല്ലാവരും വെറുക്കപ്പെട്ട്, ഒറ്റപ്പെട്ട് കിടക്കുക. പക്ഷേ ഈ സുവിശേഷം ഒന്ന് ഏറ്റെടുത്ത്, ഈ സുവിശേഷത്തെ വിശ്വസിച്ച്, ഈ സുവിശേഷം നിന്നെ ഉയർത്തും. ഒത്തിരി സാക്ഷ്യങ്ങളും ചേർന്ന് പല കാര്യങ്ങളും പറയേണ്ടതാ. ഇന്ന് മുതിരുന്നില്ല, നിർത്തുക. എടുത്ത വാക്യത്തോടെ ഒന്ന് കൂറ് പുലർത്തേണ്ടത് കൊണ്ടാണ് ഓടിച്ച് 10-ന് 5 മിനിറ്റ് മുമ്പ് ഞാൻ നിർത്തും. ബഹുമാനപ്പെട്ട അധികാരികൾ പറയാതെ ഞാനും കേട്ടതാ 10 വരെ എടുക്കാവുള്ളെന്ന്. അതുകൊണ്ട് അവരെയും കൂടെ ബഹുമാനിച്ച് 10-ന് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ നിർത്തുക. പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തിന് നിങ്ങൾ ചില വേണേ കേട്ടിരിക്കുകയും ചെയ്യും. പക്ഷെ അതിനൊരു മര്യാദ ഇല്ലയോ? അപ്പൊ അതുകൊണ്ട് ഓടിച്ചങ്ങ് നിർത്താം. സുവിശേഷത്തിന്റെ വിശേഷത ഇത് നിന്നെ ഉയർത്തുന്നതാ. ഒരു കാര്യം കൂടെ പറയാം, അതുകൂടെ പറയാം. സുവിശേഷത്തിന്റെ വിശേഷത 22 ഞാൻ കുറിച്ച് വച്ചേക്കുന്നത്. സുവിശേഷത്തിന് വേറൊരു വിശേഷത, സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. കൊലോസ്യർ 1:3 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. സുവിശേഷത്തിൽ മാത്രമേ ഈ പ്രത്യാശ ഉള്ളൂ. വേറെ എവിടെ പ്രത്യാശ? സ്തോത്രം. എന്താ ഈ പ്രത്യാശ? അത് പറയാം, ഒത്തിരി ഉണ്ട് പറയാൻ.
അത് തന്നെ ഒരു പ്രസംഗമാണ്. എങ്കിലും രണ്ട് കാര്യം പറയാം. സുവിശേഷത്തിൻ്റെ പ്രത്യാശ, ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയുന്നത് കേട്ടോ, ക്ഷമിക്കണേ. സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യാശ, ഒന്ന്, നമ്മുടെ നേതാവ് തിരിച്ചു വരും. നമ്മുടെ നേതാവ് ആരാ? യേശുവാ. തിരിച്ചു വരും. തിരിച്ചു വരുമെന്നും പറഞ്ഞു പോയ ഏത് നേതാവുണ്ട്? കൊള്ളാം, പോയപ്പോൾ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ചോദിക്കല്ലേ എങ്ങനെയാ പുള്ളി പോയത്? പുള്ളി ഒരു 5:30 ആയപ്പോഴാണ് പോയത്. എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എന്തോ പറഞ്ഞു, പുള്ളിക്ക് ഏതാണ്ട് പറയണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെയൊക്കെയാ പലരും പോയത്. നമ്മുടെ നേതാവ് അങ്ങനല്ല പോയത്. നമ്മുടെ നേതാവ് പോകാൻ നേരത്ത് ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി വെച്ച് പറഞ്ഞു, പിന്നെ ഹൃദയം കലങ്ങരുത് കേട്ടോ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പിന്നെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. പിന്നെ നിങ്ങൾക്ക് ഞാൻ സ്ഥലം ഒരുക്കാൻ അങ്ങോട്ട് പോവുക. എൻ്റെ ഭാഷയാ, ക്ഷമിക്കണേ. ഞാൻ അങ്ങോട്ട് പോയിട്ട് അതിലെ ഒരു പോക്ക് പോവുകയല്ല. പോയി ഞാനിഞ്ഞ് തിരിച്ചു വരും. എടാ, ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? ഏതിലും ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു? ഒറ്റ ഇക്കിളിനെ പോയതല്ലാതെ വല്ലതും പറഞ്ഞു എന്നാ? ഒരിക്കലിനെ ഉള്ളായിരുന്നു നിന്റെ നേതാവ്. എന്നാൽ യേശു പറഞ്ഞു അവിടെ പോയി സ്ഥലമെല്ലാം ഒരുക്കി വെച്ച് തിരിച്ചു വരും. തിരിച്ചു വന്നിച്ച് വെള്ളാപ്പള്ളിക്കാരെ കണ്ട് ഹായ്, അങ്ങനല്ല, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. ആ ഇരിപ്പ് കണ്ടിട്ട് ഒരു താല്പര്യവും ഇല്ല പോകാൻ. അപ്പൊ ഇവിടുന്ന് എങ്ങനെയും പോകണമെന്ന് ഓർത്തിരിക്കുക. ഇത് അങ്ങോട്ട് പോകും. സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പിൻ നിങ്ങൾ, ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല. കരം ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. എന്ത് പ്രത്യാശയാണ് നമുക്ക്! സുവിശേഷമായി പ്രത്യാശ തരുന്നേ. എന്തുവാ? നേതാവ് തിരിച്ചു വരും. ഒത്തിരി ഉണ്ട് പറയാൻ, ഒന്നുകൂടെ പറയാം. 2, നമ്മുടെ മോനോ മോളോ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളൊക്കെ കർത്താവിന് നിദ്ര പ്രാപിച്ചിട്ടുണ്ട്. അവരെ ഒരു ദിവസം കാണും. കാണും. എങ്ങനെ കാണും? പുത്തൻ ശരീരത്തോടെ കാണും. അല്ലാതെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും പാറ്റയായിട്ടും കോഴിയായിട്ടും കൊക്കായിട്ടും ഒന്നുമല്ല കാണുന്നു. പട്ടി ഓടിപ്പോയപ്പോൾ പറഞ്ഞു അച്ചാനാണ്ട് പോകുന്നു. അച്ചാനാന്നോടാ 4 കാലും കാലുമായിട്ട് ഓടും, 4 കാലും വാലുമായിട്ട് ഓടും. പണ്ടൊരു തള്ള പാടിയെന്നാ കേൾക്കുന്ന ഒരാളുടെ കടവെടുക്കുക. നിർത്തണമെന്ന് അവൻ പറയും. അപ്പോൾ ഒരു തള്ള പട്ടി ഓടിപ്പോയപ്പോൾ അച്ചായം തള്ള കണ്ടു പറഞ്ഞു ആണ്ടൊരു അച്ചായം പോകും. അപ്പോൾ പുള്ളി തള്ള ഒരു പാട്ട് പാടി, ഞാൻ വേറൊരാൾ പ്രസംഗിച്ച കടവെടുക്കുക, എൻ്റെ നല്ല കേട്ടോ. പുള്ളി തള്ള പാടുക, 2 കാലുള്ളവനായി പോയേ ഇപ്പോൾ 4 കാലുള്ളവനായി വന്നേ. ഈ കളമൻ പോയപ്പോൾ 2 കാല്, പെട്ടിക്കകത്ത് 2 കാലേ ഉള്ളായിരുന്നു. ഇപ്പം പട്ടി ഓടിപ്പോയപ്പോൾ തള്ള പറയാം, 2 കാലുള്ളവനായി പോയേ ഇപ്പോൾ 4 കാലുള്ളവനായി വന്നേ. വാലില്ലാത്തവനായി പോയേ ഇപ്പോൾ വാലും കിളിച്ചോണ്ട് വന്നേ. പട്ടി പാലാട്ടി അങ്ങോട്ട് പോയേനാ. പാട്ട് തള്ളേനെയൊക്കെ എന്നാ ചെയ്യാൻ? അടുത്ത വരിക രസം. വട്ടമുഞ്ഞിയായി പോയേ ഇപ്പോൾ നീണ്ട മുഞ്ഞി. പട്ടിയുടെ നല്ല നീണ്ട മുഞ്ഞിയല്ലേ? ഇവിടെ പൊട്ടങ്കണാപ്പ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കോഴിയായിട്ടും ഒന്നും അല്ല വരുന്നത്. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് പുത്തൻ ശരീരത്തോട് ഉയർത്തു വരും. ഈ ദ്രവത്വമുള്ളതിനെ അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ യോനായ പ്രമാണം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം.
പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് കത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് ഏതെന്നിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായാൽ ആ മണ്ണ് കൊണ്ടുള്ളവൻ ആ ഉടുക്കത്തെ ആരാ ജീവിപ്പിക്കുന്ന ആത്മാവായി. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. അതുകൊണ്ട് ഈ കാലത്തിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും അരിഷ്ടരാ. നമുക്കൊരു പ്രത്യാശ, അത് സുവിശേഷത്താല. എനിക്കങ്ങ് വെളുക്കോളം പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്നാലും നിങ്ങൾ ഇത്ര ഇരുന്ന് തന്നല്ലോ, വലിയ കാര്യം. സുവിശേഷത്തിന്റെ വിശേഷതയാ, രക്ഷിക്കുന്ന മാർഗമാണ്, സമാധാനം തരും. ഇത് മാനുഷികമല്ല, യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഇത് നിന്നെ ഉയർത്തും. ദൈവത്തിന് മഹത്വം. ഇത് പ്രത്യാശ തരും. ആ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത്. ഞാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ നിർത്തും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 5-8 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം വായിച്ച വാക്യത്തോടും കൂടി ഒരു ചെറിയ കൂറ് കണക്കാക്കുക. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. വേദപുസ്തകം പഠിച്ചാൽ ദൈവത്തിന് ആവശ്യമുള്ളതിനെല്ലാം സമയമായപ്പം ദൈവം പുറത്തിറക്കി. 2-3 വാക്യം ഒന്ന് വായിച്ചേക്കാം. ഈ ദൈവദാസനൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി ബഹുമാനമുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം പുറത്തിറക്കും. 2-3 വാക്യം വായിച്ചേ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. പുറത്തിറക്കുന്ന ദൈവം. എന്തിനാ പുറത്തിറക്കുന്നത്? പെട്ടെന്ന് വായിച്ചോ. യോശുവ 6:23 വേഗത്തിൽ. എന്നും എടുക്കുന്ന ബൈബിളല്ലേ ഇത്? കിട്ടിയ ബൈബിൾ എടുത്തോണ്ട് ഓടി പോകുന്നു. യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവന്ന്. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. എല്ലാത്തിനെയും പുറത്തിറക്കി. എവിടുന്ന് പുറത്തിറക്കി? യെരിഗോവിൽ നിന്ന്, യെരിഗോ കോട്ടയെ പുറത്തിറക്കി. പശ്ചാത്തലമൊക്കെ അറിയാം, വിസ്തരിക്കുന്നില്ല. ഇസ്രായേൽ യാത്ര ചെയ്ത് വരിക, യെരിഗോ കോട്ട പിടിക്കാൻ പോവുക. മോശ മരിച്ചു, യോശുവ കൈക്ക് വെള്ളം ഒഴിച്ച് ഇയാൾ നേതൃത്വത്തിൽ വന്നു. അതിനിടയ്ക്ക് അഹരോനും മിരിയാമും മരിച്ചു. അടക്കം നടത്തി. മോശയുടെ അടക്കം ദൈവവും നടത്തി. യോശുവയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വരിക, യോർദാൻ കടക്കുക. യോർദാൻ കടന്നാൽ പിന്നെ യെരിഗോ, അത് കഴിഞ്ഞാൽ പിന്നെ ബേഥേല്, പിന്നെ ഗിൽഗാല്, പിന്നെ കനാനിന്റെ പ്രമാണമായ സ്ഥലത്തോട്ട് കയറുക. വിസ്തരിക്കുന്നില്ല. അപ്പോൾ യോർദാൻ അങ്ങോട്ട് കടക്കുന്നതിന് മുന്നേ യോശുവ ഒറ്റുകാരെ അയച്ചു ശിത്തീമിൽ നിന്ന്. 2:1 പെട്ടെന്ന് വായിച്ചു. ചടികടാന്ന് വായിച്ചു. 2:1 തന്നെ വായിക്കാനോ? വായിക്കും കൂടെ വായിക്കും. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. ശിത്തീമിനെ പറ്റി ഉണ്ട് ഒത്തിരി പറയാൻ, ഒന്നും തൊടുന്നില്ല. ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു പോയി ദേശം ഒറ്റു നോക്കാൻ. അവര് പോയി ദേശം ഒറ്റു നോക്കി വന്ന് യെരിഗോ കോട്ടയുടെ മേളി വന്നപ്പോൾ ഇവർ രാജാവിന്റെ വീട്ടിൽ ചെന്നു. ചരിത്രമൊക്കെ പറഞ്ഞ രാജാവിന് നാടൻ ഭാഷയെ പറയുക ഒരു ഹോട്ടലുമൊക്കെ ഉണ്ടായിരുന്നെന്ന. ആയിക്കോട്ടെ, ഇവരെ പിടിച്ചിരുത്തി. രാജാവ് പറഞ്ഞു ഒറ്റ നോക്കാൻ വന്നെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ത്രീയെ ഈ 2 പേരെ സംരക്ഷിച്ചു. എന്നിട്ട് അവൾ പറയുന്നൊരു കാര്യമുണ്ട്, സൂക്ഷം നിങ്ങൾ ഈ രാജ്യം പിടിച്ചടക്കും. ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്ക് മുന്നേ നടക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ ദൈവം ചെങ്കടൽ വറ്റിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ദൈവം യോർദാൻ വറ്റിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സീഗോനെ ഓഗിനെ ഒതുക്കിയത് ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് ഈ ദേശം ദൈവം നിങ്ങൾക്ക് തരും. പിന്നൊരു കാര്യം, അങ്ങനെ ദേശം നിങ്ങൾ കൈയടക്കുമ്പം എൻ്റെ കുടുംബത്തെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് രക്ഷപ്പെടണം, അല്ല രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായി. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ പെട്ടെന്ന്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും
ദൈവമാവുന്നു. ഓടിച്ചു വായിര്. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുകൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് അപ്പനെയും അമ്മയെയും എന്റെ അപ്പനെയും എന്റെ അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിക്കണം. മതി, എന്റെ കുടുംബത്തെയും എന്റെയും രക്ഷിക്കണം. ഇതാണ് ഇവിടെ തീരുമാനം. എന്തിനേറെ അവരുടനെ പറഞ്ഞു രക്ഷിക്കാം. ഒരു കണ്ടീഷൻ, ഞങ്ങളിത് പിടിച്ച് അടക്കുമ്പം ഏത് വീടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിന്റെ ആണ്ട കിളിവാതിലേക്കൂടെ ഒരു ചുമപ്പ് ചരട് കെട്ടിയേക്കണം. ഒരു ചുമപ്പ് ചരട്. എല്ലാം ഇവർ മണിക്കൂറുകളെടുത്ത് പറയേണ്ടതാ. സൂക്ഷ്മം അതുപോലെ എരിയോ കോട്ട പിടിച്ചു. ആ ചരട് അവളെ അടിച്ചു മാറ്റിയില്ല. ചുമപ്പ് ചരട്. ആ ചുമപ്പ്, ആ ചരട് യേശുവിന്റെ കാൽവരി മരണത്തിന് നിഴല. അവൾ പറഞ്ഞല്ലോ, രക്ഷിക്കണമെന്ന്. എനിക്ക് രക്ഷ ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിച്ചു. രാഹാബിനെയും കുടുംബത്തെയും പുറത്തിറക്കി. ഇത് രക്ഷയെ കാണിക്കുന്നു. ഇന്ന് രാത്രി സകല മനുഷ്യനും രക്ഷപ്പെടണം. 2 വിവരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 15-16 പെട്ടെന്ന് വായിച്ചു. ഉൽപ്പത്തി 8, ഇത് നമ്മുടെ സമാപന യോഗമായി, ഇത് പറയാൻ ഒക്കത്തില്ല. 8, 15, 16 പെട്ടെന്ന്. ദൈവം നോഹയോട് അരുളി ചെയ്തത്, പിന്നെ നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവേ. പറവകളും മൃഗങ്ങളും നിലത്തിഴിയുന്ന ഇഴജാതിയുമായ സർവ്വജടത്തിൽ നിന്നും നിന്നോട് കൂടി ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. എല്ലാവരും പുറത്തിറങ്ങി. നോഹയും അവന്റെ കുടുംബവും പുറത്തിറങ്ങി. സാറ് കൊടുത്തൊരു പ്രയോഗമേന, നോകിന്റെ തനകരാമ്യാപത്തും ചേമും കാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും നോകിന്റെ പക്കിനിയും. അപ്പൊ ഇവര് അകത്ത് കയറി. ചരിത്രം ഒന്നും വിസ്തരിക്കുന്നില്ല. ദൈവം വാതിലടച്ചു. മൃഗജാതി, ഇടജാതിയും പറവജാതിയും കയറി. വേറെ മനുഷ്യരാരും കയറില്ല. നോകയും കുടുംബവും. പട്ടി ഇതിനകത്ത് കയറി എന്നാ സാറ് എഴുതിയേക്കുന്നത്. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി. പട്ടി പെട്ടകത്ത് കയറി. പട്ടി അവളെത്തിയ പാപ്പച്ചൻ ഇതുവരെ കയറിയില്ല. പാപ്പച്ചൻ ബെൽറ്റുമായിട്ട് നടക്കുക. പട്ടി കയറിയെന്ന്. പാപ്പച്ചന്റെ മോനുണ്ട് ബാബു. പട്ടി വിളിക്ക, ബാബു വരാൻ. അവനും വരുന്നില്ല. വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ പൂച്ച. പൂച്ച ഇതിനകത്ത് കയറി. പൂച്ചയുടെ പേര് ബുസി. പൂച്ചയെ വളർത്തിയത് ബ്ലസി. ബ്ലസി ഇപ്പോൾ ഇതിനകത്ത് കയറിയില്ല. ബ്ലസിയുടെ പൂച്ച ബുസി ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. സകല ഇടജാതിയും മൃഗജാതിയും പറവജാതിയും കയറി. ദൈവം വാതിലടച്ചു. സകല ആൾക്കാരും ചിന്തിച്ച് ഇതോടെ തീർന്നില്ല. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ നോഹിയെയും കുടുംബത്തെയും പുറത്തിറക്കി. ഈ വെള്ളപ്പൊക്കം പെട്ടകം എന്തിനെ കാണിക്കുന്നു? സ്നാനത്തെ കാണിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 3:20 പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് മുൻകുറി. രാഗാവും കുടുംബവും പുറത്തിറങ്ങി രക്ഷയെ കാണിക്കുന്നു. സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം. നോഹയും കുടുംബത്തെ പുറത്തിറക്കി. ഇത് സ്നാനത്തെ കാണിക്കുന്നു. സകല മനുഷ്യനും സ്നാനപ്പെടണം. ദൈവത്തിന്റെ പ്രമാണമാ. ഒരു വാക്യോടെ വായിച്ചു. കൃത്യം സമയത്ത് നിർത്തുക. ഒരു വാക്യം വായിച്ചേ മോളെ, എല്ലാം വിവരിക്കാൻ നേരമില്ല. എസ്ര 1:7 പെട്ടെന്ന്. എസ്ര 1:7 പെട്ടെന്ന് പെട്ടെന്ന്. മൈക്ക് കൂടെ വായിക്കുക. യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങൾ കോരശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. എല്ലാം പുറത്തിറക്കി. അറിയാമല്ലോ, ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രം ദൈവാലയം വക, ഹോവാലയം വക. പാത്രമെല്ലാം കൂടെ 5400. അടുത്ത വാക്യത്തിലുണ്ട് 5000. വായിച്ചേ അടുത്ത വാക്യത്തിൽ. പാർസി രാജാവായ കോരശ് ഭണ്ഡാര വിചാരകനായ മിത്രദാത്ത് മുഖാന്തരം. അതിന് താഴെ വാക്യമുണ്ട് 5400. പെട്ടെന്ന് വായിച്ചു. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. 5400 പാത്രം. ഇതെല്ലാം ദൈവാലയം വകയാ. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നിരോധിച്ച് പാത്രമെല്ലാം എടുത്തുകൊണ്ട് പോയി. അവന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ കൊണ്ട് പാത്ത് വെച്ചു. അവന്റെ ചിന്ത, ഈ പാത്രം ഇനി വെട്ടം കാണുകയല്ല. പക്ഷേ സമയമായപ്പോൾ കോരേശിന്റെ മനസ്സിന് ദൈവം ഉണർത്തി. ഇവനകത്ത് അടച്ചു വെച്ച മുഴുവൻ പാത്രവും സമയമായപ്പോൾ ദൈവം പുറത്തെടുപ്പിച്ചു. ഇത് ദൈവാലയം വക പാത്രങ്ങൾ. എന്തിന്? ആരാധനയ്ക്കുള്ള പാത്രം എന്ന് പറഞ്ഞാൽ ഈ പാത്രം പുറത്തെടുക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടിയാ.
അങ്ങനെയെങ്കിൽ 3 പുറത്തിറക്കുന്നത് ആരാധിക്കാനാ. നീ ആരാധിക്കണം. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ ആരാധിക്കണം. ആരാ ആരാധനയ്ക്ക് യോഗ്യൻ? കുഞ്ഞാട്, നീ യോഗ്യൻ. വിവരിക്കുന്നില്ല, നിർത്തുക. ദൈവത്തിന് മഹത്വം. തനിക്കുള്ളവയെ പുറത്തിറക്കും. രാഘവനെയും കുടുംബത്തെയും പുറത്തിറക്കി രക്ഷ. നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കി സ്നാനം. ദൈവാലയമക പാത്രം പുറത്തിറക്കി ആരാധന. അപ്പം രക്ഷയും സ്നാനവും ആരാധനയും പറയുമ്പം അതിന്റെ പ്രമാണം ഒരു കാര്യവും കൂടെ പറഞ്ഞേ ഒക്കൂ. അത് വായിച്ച് അപ്പൊ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-17 വിവരിക്കാൻ നേരമില്ല, വായിച്ചങ്ങ് വിടാം. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും പുരുഷന്മാർ അവനെയും മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും 2 പെങ്കൊച്ചുങ്ങൾ, അതാ അവനെയും അവന്റെ ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. അടുത്തത് അവരെ പുറത്തു കൊണ്ടുവന്നു തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ലോത്തിനെയും കുടുംബത്തെയും പുറത്തിറക്കി. ഇതെന്തിനാ കാണിക്കുന്നറിയാമോ? വേർപാടിനെ കാണിക്കുന്നു. വിവരിക്കാൻ നേരമില്ല. വൈകുന്നേരത്ത് ദൂതം വന്നതാ. ഈ തള്ളയും പിള്ളേരും പോകുകയല്ല. ദൂതം വന്ന് പറഞ്ഞെടാ തീ ഇറക്കാൻ പോവുക, എങ്ങനെയാലും ഓടി രക്ഷപ്പെടും. ഉടനെ അമ്മാമ്മ പറയാം, അച്ഛാ നമുക്ക് ഇന്ന് തന്തൂരി മതിയെന്ന്. തന്തൂരി. ഭൂതം പറഞ്ഞ് നിന്നെയെല്ലാം തന്തൂരി ആക്കുക അല്പം കഴിഞ്ഞാൽ. എന്ത് ചെയ്താ പോകുകയല്ല. പോകാത്തത് ഇതെല്ലാം കണ്ടാണ്. ഇപ്പോഴും ആ തള്ള അവിടെ നിൽക്കുന്നെന്നാ പോയിച്ച് വന്നവരൊക്കെ. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല, അവിടെ നിപ്പോണ്ടെന്ന്. പക്ഷേ ഇവരോട് കരുണ ചെയ്ത് എന്നാ കരുണ ചെയ്യാൻ? പ്രാർത്ഥിക്കുന്ന ഒരു അപ്രകാമുണ്ട്. അപ്രകാ ഇടിവിൽ നിന്നത് കൊണ്ട് ദൂതന്മാർക്കൊന്നും ചെയ്യാനൊത്തില്ല. ഒടുവിൽ കൈക്ക് പിടിച്ചവരെ പുറത്തിറക്കി. ഇത് വേർപാടിനെ കാണിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വേർപാട് പാലിക്കണം. രാഘാവും കുടുംബവും പുറത്തിറക്കി രക്ഷ. നോഹയും കുടുംബവും പുറത്തിറക്കി സ്നാനം. അടുത്തത് ദൈവാലയമക പാത്രം പുറത്തിറക്കി ആരാധന. ഇവിടെ തേണ്ട ലോത്തിനെയും കുടുംബത്തെയും പുറത്തിറക്കി വേർപാട്. ഈ ദുഷ്ടലോകത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അവൻ വേർപാട് പാലിച്ച് നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിനായി നമുക്ക് വരും. ഞാൻ പറഞ്ഞ സമയമായി. നിർത്തുക. അതേ നിർത്തി. മോനെ ഇന്നാ വായിച്ചു ഇല്ലേ പറയും, അയാൾ പിന്നെ ഇളകുക എന്ന് പറയും. നിർത്തി. എന്നാ ബൈബിളും പിടിച്ചു, നിർത്തി. ഇതും പിടിച്ചു. പിന്നെ ഞാൻ നന്നാ മതി. സമയമായി. ഒരു 5-10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് വിളിക്കാൻ പറ. ദൈവത്തിന് മഹത്വം. നിർത്തുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തനിക്കുള്ളവയെ പുറത്തിറക്കുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചിലരെ ദൈവം പുറത്തിറക്കും. ഈ സുവിശേഷ യോഗം അവൻ ചിലരെ പുറത്തിറക്കുന്ന യോഗമാ. ഈ കൂട്ടായ്മ ചിലര് വിടുതൽ പ്രാപിക്കുന്ന യോഗമാ. ഇപ്പോൾ വലിയ പ്രത്യക്ഷമായിട്ടൊന്നും നടന്നില്ലെങ്കിൽ ഇവിടെ 3 ദിവസം സംസാരിച്ച വചനം, ഇവിടെ അറിയിച്ച ദൂതുകൾ ചിലരുടെ വിടുതലിനാ. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരപേക്ഷ. ഇതുവരെ ഇരുന്നതല്ലേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഇറങ്ങി പോകരുത്. എഴുന്നേറ്റ് ഒന്ന് നിന്ന് ആ കരങ്ങളൊന്ന് വീശി. സമാപന യോഗമല്ലേ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥിക്കാനുള്ള ആരാന്ന് വെച്ചാൽ അവരും മുന്നോട്ട് പോരും. സമയം കളയണ്ട. ദൈവത്തിന്റെ മഹത്വം. കരങ്ങളൊന്ന് വീശിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ ചേർന്ന്. ഓ ഇന്നും എന്നേക്കും ചേർന്ന് പാട്. കരങ്ങൾ വീശി. ക്രിസ്തുവിൻ കൂടെ ഒരിക്കൽ കൂടെ പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ.